ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കേട്ടുകേൾവിയില്ലാത്ത പെരും കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞതാണ്. രാജ്യാന്തര വിഗ്രഹക്കടത്തിന്റെ ഭാഗമാണോ എന്ന് പോലും ഹൈക്കോടതിക്ക് സംശയമുണ്ട്. തട്ടിപ്പിന്റെ ചെമ്പ് തെളിയുമ്പോൾ കൈവിലങ്ങ് നീളുന്നത് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നവരിലേക്കാണ്. മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ SIT നോട്ടമിട്ട് കഴിഞ്ഞു. കട്ടിളപ്പാളിയിലെ സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ ഉപദേശപ്രകാരം എന്ന മൊഴി അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ട്. വാസുവിന് പിന്നാലെ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെയും അന്വേഷണ സംഘം ചോദ്യമുനയിൽ നിർത്തും. ഇതിനിടെ നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കാലാവധി കഴിയുമ്പോൾ സേവനം അവസാനിപ്പിച്ച് മടങ്ങേണ്ടി വരും. 1 വർഷം കൂടി നീട്ടിക്കൊടുക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിൻവാങ്ങുന്നു. ഇന്നലെ കോടതി കടുപ്പിച്ചതോടെയാണ് സർക്കാരിന്റെ മനംമാറ്റം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ വിശ്വസ്തർക്ക് ഇരുമ്പഴി എണ്ണേണ്ടി വന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് കാര്യങ്ങളത്ര സുഖകരമാകില്ല. നിർഭയം അന്വേഷണം തുടരാൻ SITക്കാകുമോ? അന്വേഷണം തലപ്പത്തേക്ക് നീങ്ങും. CPM പ്രതിനിധി ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ NP ചെക്കുട്ടി, ശില്പിയായ മഹേഷ് പണിക്കർ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ PK ഗോപൻ, ഇപ്പോൾ നിലവിലെ ദേവസ്വം പ്രസിഡന്റിന്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടും എന്നാണ് അറിഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ ഈ മാസം 12-ന് കാലാവധി അവസാനിക്കുകയാണ്. അപ്പോൾ നീട്ടേണ്ടതില്ല, PS പ്രശാന്തിനി തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ്. അത് നേരത്തെ നിലവിലെ ദേവസ്വം ബോർഡിന് ഒരു കുഴപ്പവുമില്ലല്ലോ, നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരുന്നു പ്രധാനമായും CPM പ്രതിനിധികളടക്കം താങ്കളടക്കമുള്ളവരുടെ വാദം. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന രൂക്ഷ പരാമർശങ്ങൾ PS പ്രശാന്തിനെ കൂടി പ്രതിക്കുട്ടിലാക്കുന്നതല്ലേ? ശ്രീമതി സ്മൃതി, നിങ്ങളുടെ 1-2 സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റാണ്. ഒന്ന്, നിങ്ങൾ മാധ്യമങ്ങളുടെ ഊഹമായിരുന്നു, അതുപോലെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണമായിരുന്നു പ്രശാന്തിന് നീട്ടിക്കൊടുക്കുമെന്നുള്ളത്. ഗവൺമെൻറ് പ്രഖ്യാപിച്ചോ നീട്ടിക്കൊടുക്കുമെന്ന്? ഗവൺമെൻറ് പ്രഖ്യാപിച്ചോ നീട്ടിക്കൊടുക്കത്തില്ലെന്ന്? ഇത് രണ്ടും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ ഊഹിക്കുന്നു, നമ്മൾ നിഗമനത്തിലെത്തുന്നു, നമ്മൾ പറയുന്നു, എന്നിട്ട് നമ്മൾ തന്നെ അത് പിൻവലിക്കുന്നു. അത് ഈ ചില ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിങ്ങളുടെ ചാനലിലും മറ്റ് ചാനലുകളിലും എല്ലാം ചർച്ചയിൽ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇനി ഗവൺമെൻറ് ഇതിൽ നീട്ടുമെന്നും പറഞ്ഞിട്ടില്ല, നീട്ടിക്കൊടുക്കില്ലെന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു കൺക്ലൂഷൻ എത്തുന്നത് ശരിയായ കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ശ്രീമതി സ്മൃതിയുടെ ചോദ്യമാണ്. ഇത് തുടക്കം മുതൽ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കുറച്ച് ആക്ഷേപ ശബ്ദങ്ങൾ നിങ്ങൾ പുറപ്പെടുവിച്ചു അല്ലെങ്കിൽ കേൾപ്പിച്ചു. യഥാർത്ഥത്തിൽ KPCC പ്രസിഡന്റ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആർക്കെതിരെയാണ്? ഗവൺമെൻറ്റിനെതിരെയാണോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിക്കെതിരെയാണോ? കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ ഒന്നടങ്കം ആഗ്രഹിച്ചതും ആശ്വസിക്കുന്നതുമായ ഒരു കാര്യം, ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ വളരെ സത്യസന്ധരായ, ശേഷിയുള്ള, സർഗാത്മകമായ ഭാവന കേസുകൾ കണ്ടെത്താൻ കഴിയുന്ന, സൂക്ഷ്മതലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാവുന്ന SIT ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കല്ലും നെല്ലും പതിരും കൃത്യമായി തിരിച്ചറിയും എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത് അന്വേഷണം മന്ദഗതിയിലാണ്, ആരെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കെതിരെയാണ് വർത്തമാനം പറയുന്നത്? ഇന്നലെയും ഈ SITയെ കേട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തുകയാണോ? അതോ ഇത്രയും സത്യസന്ധരായിട്ട് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറ്റപ്പെടുത്തുകയാണോ? ഗവൺമെൻറ് അവരെ ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളെ അവർ കാണുന്നില്ല, അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് പോലും അവരുമായിട്ട് ബന്ധമില്ല, ഉള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മാത്രമാണ്. അത്രയും ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഒരു എൻക്വയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ആക്ഷേപം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണ്? കോടതിയെ തന്നെ ഉദ്ധരിക്കുന്നത് കൊണ്ട്, കോടതിയെ തന്നെ വിശ്വാസത്തിലെടുക്കുന്നുവെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ടും കോടതി എടുക്കുന്ന തീരുമാനങ്ങൾ, കോടതിയുടെ വിമർശനങ്ങൾ, കോടതിയുടെ പരാമർശങ്ങൾ അതുകൂടി അംഗീകരിക്കുകയാണല്ലോ. അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ, നിലവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള കോടതിയുടെ അതിരൂക്ഷമായ പരാമർശം, വിമർശനം എന്നതല്ല, പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അവിടേക്കും SIT അന്വേഷണം നീങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനോടുള്ള പ്രതികരണം? അന്വേഷണം നീങ്ങണമെന്നല്ലേ ആവശ്യപ്പെട്ടത്? അതായത് ഇതുവരെയുള്ള നിഗമനങ്ങൾ, നിരീക്ഷണങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഭരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇക്കാര്യത്തിൽ
പൂർണ്ണമായിട്ടും അവർ കണ്ണടച്ചിരിക്കുകയായിരുന്നോ? ഇങ്ങനെയുള്ള കൊള്ള ചില ആളുകൾ ഉദ്യോഗസ്ഥർ ചേർന്ന് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? ഇതെല്ലാം നമ്മുടെ എല്ലാം മുമ്പിലുള്ള വിഷയമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അതിനകത്തൊരു നിരീക്ഷണം നടത്തി അതിലൊരു കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതിനനുസരിച്ച് ഗവൺമെൻറ് പ്രതികരിക്കും, ദേവസ്വം ബോർഡ് പ്രതികരിക്കും, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കും. അതല്ലാതെ പി എസ് പ്രശാന്തിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പരാമർശങ്ങൾ 2024 വീണ്ടും ഈ പാളികൾക്ക് മങ്ങൽ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുമ്പോൾ അത് കൊടുക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നു, പക്ഷേ കൊടുത്തുവിട്ടില്ല. അത് അവിടെ ആ തിടുക്കം പിന്നീട് ആ തിടുക്കമില്ലാതാകുന്നു. അതും കോടതി സംശയിക്കുകയാണ്. എന്നിട്ട് 2025 ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടുന്നു. അതിന്റെ നടപടി മാനുവൽ അനുസരിച്ചല്ലാതെ കൊടുത്തുവിടുന്നു. ആ നിലയ്ക്കാണ് പി എസ് പ്രശാന്തിനെ പ്രതിക്കൂട്ടിലാക്കുന്നത്. അത് സംശയകരമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. ശരിയല്ല ശ്രീമതി സ്മൃതി. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തിട്ടില്ല. അതാണല്ലോ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത് താങ്കൾ സാങ്കേതികമായി പറഞ്ഞാൽ, ഞാൻ കോടതിയുടെ വാചകങ്ങളാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അവിടെ പോയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചോ എന്ന് പോലും കോടതി സംശയിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ കൈവശം കൊടുത്തുവിട്ടു എന്ന് പറയുമ്പോൾ പോറ്റിക്ക് കൊടുക്കാനാണല്ലോ, ആത്യന്തികമായി പോറ്റിയുടെ കൈവശത്തേക്കാണല്ലോ. അത് കേസിന്റെ തുടർച്ചയിൽ സംഭവിക്കാവുന്ന നിരീക്ഷണങ്ങളോ നിഗമനങ്ങളോ ആണ്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഇത് സംബന്ധിച്ച് SITയുടെ പൂർണ്ണ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് വ്യക്തമാകും കാര്യങ്ങൾ. അപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് എല്ലാം പരിശോധിച്ച് നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ ആ വിമർശനം കൂടിയുണ്ട്. മിനിറ്റ്സ് കൃത്യമായി രേഖപ്പെടുത്തില്ല എന്ന് കൂടിയാണ് വിമർശനം. നിങ്ങൾ ബോർഡ് കൂടുന്നു, യോഗം ചേരുന്നു, എന്നിട്ട് മിനിറ്റ്സിലേക്ക് പകർത്തുന്നില്ല എന്നും കൂടിയാണ് വിമർശനം. അല്ല, മിനിറ്റ്സിനകത്തുള്ള കാര്യങ്ങളാണല്ലോ നിയമപരമായിട്ട് നിലനിൽക്കുന്നത്. മിനിറ്റ്സിനകത്തില്ലാത്തത് മിനിറ്റ്സ് രേഖപ്പെടുത്തിയില്ല എന്ന ഗുരുതരമായ പിഴവ് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. ഡോക്ടർ PK ഗോപൻ, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീകുമാർ, ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്, തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് പറയുന്ന വിമർശനങ്ങൾ, അത് യഥാർത്ഥത്തിൽ SIT കിട്ടിയ വിവരങ്ങൾ രഹസ്യമാക്കിയിട്ടായിരിക്കണം, പുറത്തേക്ക് വിടരുത് എന്ന നിർദ്ദേശത്തോടു കൂടിയാണല്ലോ ഈ അന്വേഷണം. എന്നിട്ടും കോടതി തന്നെ ചില കാര്യങ്ങൾ പുറത്തുവിടുകയാണ്. ചില കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ അതിലപ്പുറമുള്ള കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്. അത് മുഴുവൻ കോടതി പറഞ്ഞിട്ടില്ല. എന്നാൽ ജനങ്ങൾ അറിയേണ്ടതുണ്ട്, ഇവിടെ ഭക്തർ അറിയേണ്ടതുണ്ട്, പുറത്തേക്ക് ചില വിവരങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയല്ലേ കോടതി ചില കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ നിലവിലെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലാണ്. വളരെ വ്യക്തമാണല്ലോ ശ്രീമതി സ്മൃതി. കാരണം കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആരാണോ ഭരിച്ചിരുന്നത് ആ ഭരിച്ചിരുന്നവരെല്ലാം ഉത്തരവാദികളാണ്. അതുകൊണ്ടാണ് കോടതി ഓരോ അവസരത്തിലും മിനിറ്റ്സ് ഇല്ല, അത് കൃത്യമല്ല കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പോൾ ആ അന്വേഷണം നടക്കുമ്പോഴേ ഇപ്പോൾ CPMൽ എന്താ ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഡോക്ടർ ഗോപൻ തന്നെ പറഞ്ഞെന്ന് നോക്കൂ. അദ്ദേഹം കോടതിക്കൊപ്പം ഇവരും അങ്ങ് ഓടുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങളും കോടതിയെ ഒരേപോലെ എന്ന രീതിയിലൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. സത്യത്തിൽ അതല്ലല്ലോ. കോടതി ഒറ്റയ്ക്ക് തീരുമാനിച്ചു, കോടതി അന്വേഷണം നടത്തുന്നു. ഇവർ നോക്കൂ, ഇവർ കോടതിയോടൊപ്പം തന്നെ ഇവർ നിൽക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇവർ ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും കോടതിയോടൊപ്പം തന്നെ ഇവർ നിൽക്കുന്ന സമയത്ത് തന്നെ ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിൽ ഇവരെ കൃത്യമായിട്ടൊന്നും പറയണമില്ല, ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കുകയാണ്. ഇവിടെ വ്യക്തമായ വിവരങ്ങൾ കോടതി ദിവസവും പത്രങ്ങൾ വഴി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനങ്ങൾ വഴിയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, CPM ഇതിലെ ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളത്. ഇപ്പം നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ, അതായത് ഈ നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റുമെന്ന് കേട്ടിരുന്നു. അതിൻ്റെ CPMൻ്റെ പ്രസിഡന്റ് ഡോക്ടർ ഗോപൻ പറഞ്ഞ എന്താണ്? മാറ്റുമെന്നോ മാറ്റില്ലെന്നോ പറഞ്ഞിട്ടില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻകാലങ്ങളിലൊക്കെ കൃത്യമായ ഉത്തരം കിട്ടിയിരുന്നത് എവിടെ നിന്നാണെന്നറിയില്ലേ? മുഖ്യമന്ത്രിമാരിൽ നിന്നാണ്. മുഖ്യമന്ത്രി ചോദിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ മുഖ്യമന്ത്രിയെ പറയുക മാറ്റുമോ മാറ്റില്ലെന്നൊക്കെ പറയും. അത് കൃത്യമായ ഉത്തരം ജനങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണല്ലോ ഊഹാപോഹങ്ങളായിട്ടാണെങ്കിൽ ഇത് വരുന്നത്. നേരെ മറിച്ച് മുഖ്യമന്ത്രി, ഇത് ശബരിമല വിഷയമെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പത്രക്കുറിപ്പാണെങ്കിലും മന്ത്രിസഭായോഗ തീരുമാനമായിട്ടാണെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ ഈ സംശയം ആർക്കെങ്കിലും വരുമോ? ഇനി അതുമാത്രമല്ല, ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ വേറൊരു ഗുരുതര വിശേഷം ഉണ്ട് ഇതിൽ. അയ്യപ്പ സംഗമം നടത്തി ശബരിമലയെ സംരക്ഷിക്കാൻ ശ്രമിച്ചവർ പ്രതിക്കൂട്ടിലേക്ക് പോകുന്ന കാലത്തിലേക്ക് നമ്മൾ പോവുകയല്ലേ. അയ്യപ്പ സംഗമം നടത്തിയിട്ട് 1 മാസമായി, 18 പേരെ അവർ തിരഞ്ഞെടുത്തു ശബരിമലയുടെ സംരക്ഷണം ഉറപ്പാക്കാൻ. എന്നിട്ട് എന്തായി ഇപ്പം? എവിടെയാണ് പിന്നീടൊരു നീക്കമുണ്ടായത്? അതിനുശേഷം ഇപ്പോൾ പ്രതിക്കൂട്ടിലേക്ക് വരുന്നവരാണ്. ആ സംരക്ഷിക്കാൻ ആരാണോ അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത്, അതേ കൂട്ടർ ശബരിമലയെ നയിക്കാനായിട്ട് കാലാകാലങ്ങളിൽ നിയോഗിച്ചവരല്ലേ?
അവരല്ലേ പ്രതിക്കൂട്ടിലേക്ക് വരുന്നത്. ഇവിടെ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു പിന്നീട് ദേവസ്വം പ്രസിഡന്റായി. അതിൻ്റെ അർത്ഥം അദ്ദേഹം CPM-ന്റെ പ്രതിനിധിയായിട്ടാണ് പ്രസിഡന്റായത്. അപ്പോൾ അതിൽ CPM ബന്ധം വരുന്നുണ്ട്. അതുപോലെ ഓരോ ഘട്ടത്തിലും ഇപ്പം സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിലാണെങ്കിൽ ഹൈക്കോടതി വ്യക്തമായൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 315 പവൻ്റെ സ്വർണ്ണവാതിൽ മാറ്റിയിട്ട് 48 പവൻ്റെ എത്രയോ ഒരു വാതിൽ കൊണ്ട് വെച്ചു. ആ 315 പവൻ്റെ വാതിൽ എവിടെയാണ് എന്നൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. കാരണം എവിടെയാണ് സ്വർണം പോയത്, കുറച്ച് സ്വർണ്ണം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്നൊരാൾ പറയുകയാണ് ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിച്ചിട്ട്. നോക്കൂ ശ്രീമതി സ്മൃതി, ആലോചിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ആരോപണം അവർക്ക് കേൾക്കേണ്ടി വരുമെന്ന്? 1964 പാർട്ടി പിളർന്ന ശേഷം മാർക്സിസ്റ്റുകൾ രൂപം കൊണ്ടല്ലോ. ആ മാർക്സിസ്റ്റുകളിൽ നിന്ന് കേൾക്കുന്ന എന്താണ്? ശബരിമലയിലത്തെ ഭരണത്തിന് കീഴിൽ ഒരു ദേശം സ്വർണ്ണ എൻ്റെ കയ്യിലുണ്ട്, അതെന്താണെന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ആരോടാണ് ഈ ചോദിച്ചത്? ദേവസ്വം ബോർഡ് ഭരിച്ചവരോട്. ദേവസ്വം ബോർഡ് ഭരിച്ചതാരാ? CPM-ന് CPM-ന്റെ തീരുമാനം എന്താണ്? കോടതിയോടൊപ്പം ഞങ്ങൾ നടക്കുകയാണ്, കോടതി തീരുമാനിക്കട്ടെ. എന്നിട്ട് അതിനൊപ്പം തന്നെ ഇവരെ അക്കാലത്തെക്കുറിച്ച് ഇവർ വെള്ളം പൂശാനും ശ്രമിക്കുന്നു. ഇവിടെ നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ആരെയും സംശയിക്കേണ്ട, ആരെയും വെള്ളം പൂശണ്ട. കാരണം കൃത്യമായിട്ട് മണിമണി പോലെ കോടതി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ആരിലേക്കൊക്കെ അറസ്റ്റിലേക്കൊക്കെ എത്തും എന്നൊരു ചോദ്യമുണ്ട്. ഇവിടെ ശ്രീ ഗോപൻ പറഞ്ഞു KPCC പ്രസിഡന്റ് എന്തോ കോടതിക്കെതിരെ എന്തോ പറഞ്ഞത്. KPCC പ്രസിഡന്റ് എന്താ പറഞ്ഞത്? ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടം എത്തുമ്പോൾ പത്രങ്ങളാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഉന്നതരിലേക്ക് വരുമ്പോൾ എന്താണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ വൈകുന്നൊരു ചോദ്യം മാധ്യമങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ ചോദ്യം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം പറയേണ്ടത് ആരാ? ഡോക്ടർ ഗോപനാണോ? അല്ല. പിന്നെ ആരാ ഉത്തരം പറയേണ്ടത്? മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കൂ ഡോക്ടർ ഗോപൻ. അപ്പോൾ അദ്ദേഹം ഉത്തരം പറയും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതെ വന്നതെന്ന്. അങ്ങനെ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ സംശയം ദൂരീകരിക്കാൻ ഭരണകർത്താക്കൾക്ക് കഴിയാത്തിടത്തോളം കാലം ആ സംശയങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും, ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും. അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷം അത് കൂടുതൽ ഉയർത്തിപ്പിടിക്കും. ഭരണപക്ഷത്തെ വെള്ളപൂശാനല്ലല്ലോ പ്രതിപക്ഷം എന്തിനാണെന്ന് വെച്ചാൽ, ഇത്തരത്തിലൊരു അവസരം വരുമ്പോൾ ശബരിമലയെ പോലെ ലോകപ്രശസ്തമായ ക്ഷേത്രത്തിലെ സ്വർണം കടത്തിയപ്പോൾ ആ സ്വർണ്ണ കൊള്ളയാണ്, രാജ്യാന്തര തലത്തിൽ അന്വേഷണം വേണം എന്നൊക്കെ ഒരു കോടതി പറയുമ്പോൾ തീർച്ചയായിട്ടും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഇത് മാറുമ്പോൾ CBI ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം വേണമെന്ന് കോൺഗ്രസിന് പറയേണ്ടി വരും. അതിലെന്താ തെറ്റുള്ളത്? ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പറയുന്നത്. ജനങ്ങളൊരു കാര്യം ആഗ്രഹിക്കുന്ന എന്താണ്? ശബരിമലയിൽ അവരുടെ ഭഗവാന്റെ സ്വർണം കണ്ടെത്തണം. ആ ഭഗവാന്റെ സ്വർണം കണ്ടെത്തേണ്ടത് ആരാണ്? അന്വേഷണ സംഘം കേരള പോലീസ് തന്നെയാണല്ലോ. കോടതിക്ക് സ്വന്തമായി പോലീസും ഒന്നുമില്ലല്ലോ, കോടതിക്ക് കോടതി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ പോലീസിനെ വെച്ചത്. അപ്പോൾ ആ പോലീസിനോട്, അന്വേഷണ ഉദ്യോഗസ്ഥരോടെ പ്രതിപക്ഷ സംശയം ചോദിക്കും. അങ്ങനെ പ്രതിപക്ഷ സംശയം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ നമുക്ക് കാണാനും ഇല്ല. ശരി, ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുഭാഷ് കപൂർ എന്നൊരു വിഗ്രഹക്കടത്തുകാരനെ കോടതി പരാമർശിക്കുന്നുണ്ട്. ഈ 90,000 കോടിയുടെ വിഗ്രഹങ്ങൾ കടത്തിയ ആളാണ്. അയാളിപ്പോൾ ജയിലിലാണുള്ളത്. അയാളുടെ ഒരു ശൈലി ശില്പങ്ങളുടെ അളവെടുക്കുക, ഈ പറഞ്ഞ ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങളുടെ മാത്രമല്ല വാതിലുകളുടെയൊക്കെ അളവെടുത്ത് കൊണ്ടുപോയി അതിൻ്റെ മിനിയേച്ചർ രൂപമുണ്ടാക്കി വ്യാജനും പൈസ ഉണ്ടാക്കും, ശരിയാതിനും പൈസ ഉണ്ടാക്കും. ഇതായിരുന്നു അയാളുടെ രീതി. അയാൾ പിടിയിലാണ്, ഇപ്പോൾ ജയിലിലാണ് കഴിയുന്നത്. ആ സുഭാഷ് കപൂർ എന്നൊരു പേര് കോടതി വെറുതെ അങ്ങ് പരാമർശിച്ചു പോയതാണോ? യഥാർത്ഥത്തിൽ ശബരിമലയിലും ആ തരത്തിൽ വിഗ്രഹങ്ങളുടെയും വാതിലുകളുടെയും ഒക്കെ ഈ അളവെടുക്കാൻ, ശ്രീകോവിലിൻ്റെയൊക്കെ അളവെടുത്ത് പോകുന്ന ഒരാളായിട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുകയാണ്. അത് ചെറിയ കൊള്ളയല്ല എന്നതിൻ്റെ സൂചനയായിട്ട് അതിനെ കാണണ്ടേ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടതി ഈ പരാമർശം വെറുതെ നടത്തിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മുടെ ആ വാജിവാഹനം, മണി, ആദ്യം അവിടെ ഉണ്ടായിരുന്ന 2 മണി, പിന്നെ അതുപോലെ തന്നെ അഷ്ടദിക്പാലകർ, പഴയ കൊടിമരത്തിൻ്റെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ആൻറ്റിക് വാല്യൂ ഉള്ള ആ യോഗദണ്ഡ്, വളരെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ആൻറ്റിക് വാല്യൂ ഉള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ എല്ലാം ഈ ഗ്രൂപ്പ് തന്നെയാണ്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ വാസുദേവൻ, ഇപ്പം നമ്മുടെ പീഠം കൊണ്ടുപോയ വാസുദേവനാണ് ആ മണി രണ്ടാമത് ഇതിനകത്ത് ആദ്യം പണിതിരിക്കുന്നത്, മണി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഴയ മണി അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മണി തുടങ്ങിയൊരു കലാപരിപാടിയാണിത്. 2017-18 കാലം മുതലാണ് ഈ പരിപാടി തുടങ്ങുന്നത്.
ആ കൊടിമരത്തിൻ്റെ ഇത് തുടങ്ങുന്നത്. ആ കൊടിമരത്തിൻ്റെയൊക്കെ ആ സ്വർണം പൂശിയതിനകത്തും ഒക്കെ ഒരുപാട് പഴയ കൊടിമരം പോയതിനകത്തും ഈ അഷ്ടദിക്കും ഈ വാജിവാഹനത്തിനകത്തെല്ലാം ഇത്തരം ഒരു ദുരൂഹതയുണ്ട്. ഈ ആൻറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ദുരൂഹതകളുണ്ട്. അതിലേക്കാണ് ഈ പോകുന്നത്. കാര്യം നമ്മൾ ആദ്യം ധാരപാലകരുടെ പാളി വന്നു, പിന്നെ കട്ടളയുടെ ഇത് വന്നു, പിന്നെ കഥകി വന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് കോടതി ഈ പറഞ്ഞ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തുമ്പോഴത്തേക്ക് ഇത് ആ രീതിയിലാണ് അതിന്റെ പോക്ക് പോകുന്നത്. അതിന്റെ പങ്ക് അതുകൂടി സംശയിക്കത്തക്ക വിവരങ്ങളാണല്ലോ. ഇപ്പോൾ ആന്റിക് ബിസിനസ് ഉണ്ട് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്. അവർക്ക് അന്താരാഷ്ട്ര ഷിപ്പിംഗ് ബിസിനസ്സും ഉണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കണം. ആദ്യം അവർ പറഞ്ഞു സ്വർണം അലിയിപ്പിക്കാനുള്ള വിദ്യ ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞു, പിന്നീട് അത് അലിയിപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ 18ാം പടി മറന്നുപോലെ 18ാം പടി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ ഗ്രൂപ്പ് തന്നെയാണ്. 18ാം പടി പഴയ 18ാം പടി മാറ്റിയിട്ട് പിന്നെ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു ഗ്രൂപ്പ് തന്നെയാണ്. കാര്യം ഇതെല്ലാം ബാംഗ്ലൂർ ബേസ്ഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബേസ്ഡ് ആയിട്ടുള്ള വലിയൊരു അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു കൊള്ളസങ്കേതം ഇതിനകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ഈ നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അതിൻ്റെ താഴത്തെ തന്ത്രി പോറ്റികൾ പിന്നെ ചില ഉദ്യോഗസ്ഥർ ഇവരെല്ലാം കൂടെ കൂട്ടിയേർന്നിട്ടുള്ള ഒരു വലിയൊരു കൊള്ളയാണ് ഇതിൽ നിന്ന് നമുക്ക് ഇതായി വരുന്നത്. സംശയങ്ങളും ആ നിലയ്ക്കാണോ അങ്ങ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കോടതിക്കും മനസ്സിലായിരിക്കുന്നത് സന്നിധാനത്തിനകത്ത് പെരുമാറുന്നവരുടെ സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവരുടെ റോള് അത് കൃത്യമായിട്ടും ആ പങ്ക് ഈ തന്ത്രിയുടെ കാര്യത്തിലും സംശയിക്കുകയാണോ അങ്ങ്? തീർച്ചയായിട്ടും. കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസക്കൊള്ള എന്ന് പറഞ്ഞൊരു സംഭവത്തിനകത്ത് ഈ ആചാര്യന്മാരുടെ ആവശ്യമുണ്ട്. കാര്യം ആൻറ്റിക്കായിട്ട് ഒരു സാധനങ്ങൾ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഈ കടത്തൊക്കെ വരികയാണെങ്കിലും അതിനകത്ത് ആൻറ്റിക് വാല്യൂ മാത്രമുള്ള സാധനം, അതായത് അങ്ങനത്തെ ഉപകരണങ്ങൾ നമുക്ക് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാജിവാഹനം അഷ്ടദിക്കൊക്കെയാണ്. അത് ഒരു ലോക്കറി കൊണ്ട് വെക്കുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗോഡൌണി വെക്കുവോ, അവർക്ക് ആ ഒരു സമയത്ത് വിൽപ്പന മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ മൂല്യം. ഇപ്പോൾ ഒരു 50 കോടിക്ക് മേടിച്ചു വാജിവാഹനം, അവിടെ വെച്ചു, 100 കോടി ആരെല്ലാം പറഞ്ഞാൽ അവിടെ കൊടുത്തു. അങ്ങനത്തെ ഒരു രീതിയാണ് അവരുടേത്. പക്ഷേ ഈ വിശ്വാസക്കൊള്ള എന്ന് പറഞ്ഞ സാധനത്തെ നമ്മുടെ ദ്വാരപാലക പാളികൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് അതൊരു വീടിൻ്റെ പൂജാമുറിയിലോ കോടീശ്വരൻ്റെ വീടിൻ്റെ പൂജാമുറിയിലോ അല്ല അയാളുടെ ഒരു അമ്പലത്തിലോ അങ്ങനത്തെ സംഭവങ്ങളിലാണ് അത് വെക്കുക. അത് വെക്കണമെങ്കിൽ അവിടെ ഒരു പ്രതിഷ്ഠാ പൂജ ആവശ്യമുണ്ട്. ഇത് ചുമ്മാ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങോട്ട് മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ശബരിമലയിലെ മെയിൻ തന്ത്രികൾ തന്നെ വന്നിട്ട് ഇതെൻ്റെ വീട്ടിലേക്കോ അല്ലെ എൻ്റെ പൂജാ സ്ഥലങ്ങളിലേക്കോ അല്ലെ എൻ്റെ കുടുംബക്ഷേത്രത്തിലേക്കോ ഇത് പ്രതിഷ്ഠിക്കണം. പിന്നെ ഇതിന് കുറേ പടിത്തരങ്ങളും കുറേ അതിനകത്ത് പിന്നെ ഓരോ സമയത്ത് നടക്കുന്ന പൂജകളും പിന്നെ ഓരോ വാർഷികമായിട്ടുള്ള പൂജകളും ഒക്കെ ഇതിൻ്റെ അനുബന്ധമായിട്ടുണ്ട്. കാര്യം ഇവർക്ക് പിന്നെയും ഇങ്ങനെ ഈ വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കച്ചവടം നടക്കുന്നിടത്ത് ഇവർക്ക് ഈ ആചാര്യവർഗത്തിന് പിന്നെ കാലാകാലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ എല്ലാ വർഷവും പോകാൻ പറ്റും. ഒരിടത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ അതിനെ അനുബന്ധമായിട്ട് കുറേ സമയങ്ങൾക്ക് ഇവർക്ക് പിന്നെയും കാലാകാലങ്ങളിൽ ഇവർക്ക് ശബരിമല പോലെ തന്നെ ഒരു തന്ത്രം ഉണ്ടാകുകയാണ് ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലോ. കാര്യം എപ്പോഴും അവരുടെ എല്ലാ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവരായിരിക്കും അവരുടെ സുപ്രീം രാജഗുരു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു രീതിയിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനത്തെ കൊള്ള നടക്കാനായിട്ട് നമ്മുടെ ഈ കേസുകളിനകത്തെല്ലാം നടന്നിരിക്കുന്നത്, അതായത് കട്ടളപ്പാളിയാണേലും ധാരപാളപാളിയാണേലും ഇതെല്ലാം നടന്നിരിക്കുന്നത് ഈ ടൈപ്പ് വിശ്വാസക്കൊള്ളയാണ്. അതായത് ശബരിമല അയ്യപ്പനോടോ വിശ്വാസത്തിനോടോ ഭയങ്കര വിശ്വാസമുള്ള കർണാടക ആന്ധ്ര റേഞ്ചിലുള്ള ആൾക്കാരാണ് ഇവരിത് വിറ്റിരിക്കുന്നത്. അവിടെയാണ് ഇതിൻ്റെ നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ബെല്ലാരി ആണേലും ബാംഗ്ലൂർ ആണേലും ചെന്നൈ ആണേലും ഇതെല്ലാം അങ്ങനത്തെ റേഞ്ചാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് പോയിരിക്കുന്നതിനകത്തെല്ലാം ഈ തന്ത്രി കുടുംബങ്ങളുടെ സഹായം അല്ലെ അവരെ മുൻനിർത്തി മാത്രമേ ഈ സാധനങ്ങളുടെ കച്ചവടം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവരതിനകത്ത് ഉൾപ്പെട്ട്. കാര്യം അവരില്ലാതെ നടക്കത്തില്ല. കാര്യം ഇപ്പം തന്നെ തിരിച്ചു വെച്ചത് എന്തുമാത്രം ഇതാണെന്ന് ആലോചിച്ച് ഇപ്പം ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് പരിശോധിക്കണമെന്ന്. കാര്യം എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധി കൊണ്ട് ആ തന്ത്രി അത് തിരിച്ചു വെപ്പിക്കുമോ? അത് പരിശോധിച്ചെല്ലാം പൂർത്തിയായിട്ട് വെച്ചാൽ പോരെ. നമ്മളെപ്പോലുള്ളവർ ആവുന്ന പറഞ്ഞ് ഇത് വെക്കരുതേ എന്ന്. പക്ഷെ അവരെടുത്ത് തിരിച്ചു വെച്ചു. ഇപ്പം ഇത് പരിശോധിക്കാനായിട്ട് ഇപ്പോൾ 15-ാം തീയതിക്ക് മുമ്പ് ഇത് പരിശോധിച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെ നടക്കാനത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ചുമ്മാ മറ്റൊരു വസ്തു പോലെ പോയി ധാരപാലക വിഗ്രഹം എടുത്തിട്ട് ഇവർക്ക് കട്ട് ചെയ്ത് പരിശോധിക്കാൻ പറ്റുമോ? അതൊരു ദൈവിക കാര്യമല്ലേ, അതൊരു ദേവന്റെ ഒരു ഭാഗമായ സാധനമല്ലേ. അതിന് പൂജയൊക്കെ നടത്തി അരിഞ്ഞൊക്കെ നടത്തിയാലേ തിരിച്ചെടുക്കാൻ പറ്റൂ. തിരിച്ചെടുത്തിട്ട് ഇതിനെ പരിശോധനയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെന്തുമാത്രം പിന്നെ എടുക്കുക വെക്കുക ഇത് എന്തുമാത്രം ഇതൊരു ഇങ്ങനെ പിള്ളേരുകൾ കളിക്കേണ്ട ഒരു സാധനമാണോ? തന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു അവർക്കൊക്കെ ഒരു പരിണിത പ്രജ്ഞരായിരിക്കണ്ടേ അവർ. ചുമ്മാ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ അങ്ങോട്ട് എന്താ വെച്ചോ, നിങ്ങൾ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു വെച്ചോ, വെച്ചു, എടുക്കാൻ പറഞ്ഞു എടുത്തു, അങ്ങനല്ലല്ലോ. അതിനൊക്കെ ഒരു സാങ്കത്യം ഒരു കറക്റ്റായിട്ട് നോക്കി ചെയ്യേണ്ടത്. ഇത് ഭയങ്കര ഗുരുതരമായ രീതിയിലുള്ള വീഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. യാതൊരു സംശയവും ഇല്ല. ഇത് അവരറിഞ്ഞുകൊണ്ടായാലും ശരി അറിയാണ്ടായാലും ശരി, ഇനി അവർ കുറ്റക്കാരാണെങ്കിലും ശരി കുറ്റക്കാരല്ലെങ്കിലും ശരി, അവരുടെ ഭാഗത്ത് ഒന്നീ വെറും പൊട്ടന്മാർ അല്ലെങ്കിൽ മഹാമിടുക്കന്മാർ, ഇത് രണ്ടാണേലും ഇവിടെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. കാര്യം അവരുടെ സ്ഥാനം അതിനകത്തൊരു ഇതുണ്ട്. കാര്യം അവരുടെ സ്ഥാനത്തിനൊരു ബഹുമാനം കൊടുക്കുന്നുണ്ട് നമ്മൾ. ആ ഒരു ബഹുമാനത്തിന് അർഹമായ രീതിയിൽ അവർ പെരുമാറുകയും വേണം. ഈ കാശ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ കമന്നു വീഴുന്ന പരിപാടി നിർത്തണം ഇനിയെങ്കിലും.
കാര്യം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാശിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമല്ല. അവരുടെ സ്ഥാനം അതിനൊക്കെ ഉള്ളൂ, ഒരുപാട് മേളിലാണ്. കാര്യം അതവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴും ആരെങ്കിലും ഒരു 500 രൂപ ദക്ഷിണ കൊടുത്താൽ അതിൻ്റെ അകത്ത് അവന് കൂടുതൽ പ്രസാദം, കൂടുതൽ പണക്കാർക്ക് കൂടുതൽ പൂജ, അവൻ്റെ വീട്ടിൽ പോയി വേണേൽ പൂജ ചെയ്യും. അങ്ങനത്തെയൊക്കെ രീതിയിലൊക്കെ കാര്യങ്ങൾ മാറണം. അവർക്കൊരു ഇതുണ്ടല്ലോ. നമ്മളിപ്പോൾ സാധാരണ ഈ മേൽശാന്തിമാരെയൊക്കെ പുറപ്പെടാ ശാന്തിയായിട്ട് 1 വർഷത്തേക്കാണ് വെക്കുന്നത്. എന്തുകൊണ്ട് തന്ത്രി കുടുംബത്തെ ഇനി അങ്ങനെ വെച്ചുകൂടാ? 1 വർഷത്തേക്ക് മൊത്തം പുറപ്പെടാ തന്ത്രിയാകണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇത്രയും പ്രശ്നങ്ങളില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ആ ഒരാളെങ്കിലും അവിടെ സേഫായിട്ട് നിൽക്കുമല്ലോ. ഇത് 4 ദിവസം, മാസത്തിൽ 4 ദിവസം 5 ദിവസം പൂജ നടക്കുമ്പോൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 26 ദിവസം അവർ മറ്റോരോരുത്തരുടെ വീട്ടിലാണ് പൂജ നടത്തുന്നത്. അതെങ്ങനെയാണ് ശരിയാകുക? നമ്മളൊന്ന് ആലോചിച്ച് ശബരിമല പോലത്തെ ഒരു മഹാക്ഷേത്രത്തിൽ അതിൻ്റെ ഒരു ആചാരങ്ങൾ ഇവർ പാലിക്കേണ്ടവരല്ലേ? എല്ലാവരും അയ്യപ്പ ഭക്തരല്ലേ? അതിനകത്തൊരു അയ്യപ്പ ഭക്തരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പാടുണ്ടോ? വെറും പണം മാത്രമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? ശരി, നമ്മൾ അത് വിഷമത്തോടെ എനിക്കിത് പറയേണ്ടത്. ഞാൻ പറയാതിരിക്കാനും പറ്റാത്തൊരു അവസ്ഥയാണിത്. കാര്യം അത്രയ്ക്ക് ഗുരുതരമായ രീതിയിലാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് ഇതിനകത്ത്. കാര്യം പൂജാവിധികളിനകത്ത് മൊബൈൽ ഫോൺ കൊണ്ട് ക്ഷേത്രത്തിനകത്ത് കയറുക എന്ത്. ശരി, അത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നൊരു കാര്യം കൂടിയാണ്. ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക് ഞാൻ വരാം. കാരണം തലപ്പത്തേക്ക് അന്വേഷണം നീളുമോ, തലപ്പത്ത് ഉള്ളവർ അറസ്റ്റിലാകുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തലപ്പത്ത് എവിടെ വരെ എന്ന ചോദ്യം കൂടിയുണ്ടല്ലോ. ശ്രീ എൻ പി ചെക്കുട്ടി, മഹേഷ് പണിക്കർ പറഞ്ഞ ഒരു വാചകം ഉണ്ടല്ലോ, ഇപ്പോൾ വിശ്വാസക്കൊള്ള, അതിന് പല അർത്ഥം വേണമെങ്കിൽ ചാർത്താവുന്ന ഒരു കാര്യമാണ് വിശ്വാസക്കൊള്ള എന്ന് പറയുന്നത്. ഇവിടെ ഒരു വിശ്വാസ സംഗമം നടത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ എൻ വാസുവിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. മിനിഞ്ഞാന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപായി തന്നെ SIT അറസ്റ്റിന് വട്ടം കൂട്ടിയിരുന്നു എന്നുള്ള വിവരങ്ങളുണ്ട്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ വളരെ വേഗം തന്നെ അത് സംഭവിച്ചേക്കാം. അതിലപ്പുറം മുകളിലേക്ക് പോകാനുള്ള സാധ്യത എത്രത്തോളം അങ്ങ് കാണുന്നു? അല്ല, 2-3 വിഷയങ്ങൾ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ കഴിയില്ല. അതായത് ശബരിമലയെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ആയുധമായിട്ട് ഉപയോഗിക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് 1 മാസം മുമ്പ് അവിടെ ഒരു ശബരിമല ഒരു സംഗമം നടത്തിയത് പമ്പയിൽ. അതിൽ വാസവൻ മന്ത്രി വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് ഭഗവത്ഗീതയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചു. അപ്പോൾ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും അടക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ ശബരിമല വിശ്വാസി സംഗമത്തിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ നടത്തിയത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് ശബരിമല ഉപയോഗിക്കുക എന്നുള്ളത് വെച്ചാൽ രാഷ്ട്രീയമായിട്ടുള്ള തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ശബരിമലയെ ഉപയോഗപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. അത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരസ്യമായിട്ടുള്ള ജനങ്ങളുടെ പിന്തുണ നേടാനുള്ള ശ്രമമാണ്. ശബരിമലയിലുള്ള വിശ്വാസം, ജനങ്ങൾക്കുള്ള വിശ്വാസം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തെടുക്കുക എന്ന വളരെ കൃത്യമായിട്ടുള്ള അജണ്ട. മറുഭാഗത്ത് കഴിഞ്ഞൊരു 10 വർഷമെങ്കിലുമായിട്ട് ഒരു രഹസ്യമായ ഒരു അജണ്ട വേറെയും നടക്കുന്നുണ്ട് എന്ന് ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഈ കൊള്ള. ശബരിമലയുടെ സമ്പത്ത്, ശബരിമലയിലെ ആൻറ്റീക്ക് വാല്യൂ ഉള്ള പല സംഗതികളും കടത്തിക്കൊണ്ടുപോകൽ, ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയി പകരം ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വയ്ക്കൽ, ഇങ്ങനെയുള്ള വളരെ വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു തട്ടിപ്പിൻ്റെ വളരെ വലിയ ഒരു അജണ്ട അവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5-8 വർഷങ്ങളായിട്ട് അത് നടക്കുന്നുണ്ട്. അതിന് മുമ്പിൽ നിൽക്കുന്നത് ഈ പോറ്റിയെ പോലെ ചില ആളുകളാണെങ്കിലും അതിന് പിന്നിലുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് അവർ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റിയിട്ട് ചെമ്പുപാളി എന്ന് എഴുതി വയ്ക്കുകയാണ്, രേഖകളിൽ അങ്ങനെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ അത് എഴുതുന്ന ആൾ പോറ്റിയല്ല, എഴുതുന്ന ആൾ ഈ ദേവസ്വം ബോർഡിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അതിൻ്റെ മിനിറ്റ്സ് പരിശോധിക്കേണ്ട ആൾ മിനിറ്റ്സ് തന്നെ വയ്ക്കുന്നില്ല എന്നാണ് പറയുന്നത്. മിനിറ്റ്സ് പരിശോധിക്കേണ്ട ആൾ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ചെയർമാനും ഒക്കെയാണ്. അവരൊന്നും ഇത് കണ്ടില്ലെന്ന് വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു സാമ്പത്തിക കൊള്ള നടത്താനുള്ള ഒരു സംഘടിതമായ നീക്കവും നടക്കുന്നുണ്ട്. അത് ഏതാനും ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ നടക്കില്ല. അതിൻ്റെ തലപ്പത്ത്, അതിന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ആസൂത്രണം ഉണ്ടാവും. അങ്ങനെ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും ദേവസ്വം മന്ത്രിമാർക്ക് അതിൻ്റെ ചുമതല ഒഴിയാൻ കഴിയില്ല. കാരണം അതൊരു സീക്രട്ടായിരുന്ന സംഗതിയല്ല. ഉദാഹരണത്തിന് ഇപ്പം 40 ശബരിമല ഒരു സാധനം ഇയാൾ കൊണ്ടുപോയി 40 ദിവസത്തിന് ശേഷം മദ്രാസിലെത്തുന്നത്. ഈ 40 ദിവസം ഈ സാധനങ്ങൾ എവിടെ പോയി എന്നുള്ളത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, പോലീസിനുണ്ട്, ശബരിമല ഉദ്യോഗസ്ഥർക്കുണ്ട്. പക്ഷേ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ശബരിമലയിൽ നിന്ന് തലച്ചുമടായിട്ട് മദ്രാസ് കൊണ്ടുപോയാൽ പോലും അത്ര സമയം എടുക്കില്ല. പക്ഷേ ഈ സാധനം 40 ദിവസം കറങ്ങിത്തിരിയാണ് ലോകത്ത് ചുറ്റിലും. അത് ഒരാളുടെ വീട്ടിൽ പോയി, ഒരു സിനിമാ നടൻ്റെ വീട്ടിൽ പോയി, ബാംഗ്ലൂർ ഒരാളുടെ വീട്ടിൽ കൊണ്ടുചെന്നു. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ. അപ്പോൾ ഇതൊക്കെ കാണുന്ന ഈ ആൻറ്റീക്ക് വാല്യൂവിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്ന ഈ സുഭാഷ് കപൂർ അടക്കമുള്ള ആളുകളുടെ ഒരു വലിയ മാഫിയ
സംഘത്തിൻ്റെ കൺമുമ്പിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ അവർ ആ സന്ദർഭം ഉപയോഗിക്കും എന്നത് കാര്യം തർക്കമില്ല. അവരങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കണ്ടില്ല കേട്ടില്ല നടിക്കാനൊന്നും സർക്കാരിന് കഴിയില്ല. കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ അതിൽ നിന്ന് അടിച്ചു മാറ്റുക എന്നുള്ളത് ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കൊള്ളയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ കൊള്ളയിൽ സർക്കാരിന് ദേവസ്വം വകുപ്പിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. ബന്ധപ്പെട്ട മന്ത്രിമാർ അതിന് ആൻസർ പറയേണ്ടതായിട്ട് വരും. ഇന്നല്ലെങ്കിൽ നാളെ CPM-ന് ഇതിന് വലിയ ഒരു വില കൊടുക്കേണ്ടതായിട്ട് വരും. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ ബോധപൂർവ്വം നടത്തിയ ഒരു കൊള്ളയാണ് ഈ സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനനുസരിച്ചുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ, അതിന് പറ്റിയൊരു പശ്ചാത്തലം ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡിനെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, ദേവസ്വം ഉദ്യോഗസ്ഥന്മാരെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന് പറ്റിയ ഏജന്റുമാരെ അവർ പുറത്തുനിന്ന് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് വളരെ സംഘടിതമായിട്ടൊരു കൊള്ളയാണ്. ഇത് കൊള്ളയാണ് എന്ന് ഇന്നിപ്പോൾ കൃത്യമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ബോധ്യമായിട്ടുമുണ്ട്. അതാണ് പ്രധാനപ്പെട്ട സംഗതി. ശ്രീ എൻ പി ചുകുട്ടി, പക്ഷേ പ്രതിപക്ഷം ഇതിൽ SIT-യുടെ മെല്ലെപ്പോക്കിനെ കുറിച്ചാണ് വിമർശിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു മെല്ലെപ്പോക്ക് അങ്ങേക്ക് തോന്നുന്നുണ്ട്? അങ്ങനെ ഒരു മെല്ലെപ്പോക്കുണ്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ അത് കൃത്യമായി പരിശോധിച്ച് ആളുകളിൽ നിന്ന് തെളിവ് ശേഖരിച്ച് മൊഴികൾ എടുത്തിട്ടൊക്കെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല SIT കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച SIT-യാണ്. അത് സർക്കാരിന്റെ SIT എന്ന് പറഞ്ഞുകൂടാ. കോടതിയുടെ നിർദ്ദേശത്തിൽ, കോടതിയുടെ മേൽനോട്ടത്തിൽ, കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അതിന്റെ ഗതി തെറ്റിപ്പോകുമെന്ന് സംശയിക്കേണ്ടതുണ്ടോ ഈ ഘട്ടത്തിൽ? അല്ല, KPCC അധ്യക്ഷൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ നിലപാടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിഷയത്തിൽ കോടതി വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ നിരീക്ഷണം നടത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല കോടതിയുടെ ഇനീഷ്യേറ്റീവിലാണ് ഈ സംഗതികളൊക്കെ നടന്നിട്ടുള്ളതും. കോടതി തന്നെയാണ് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. കോടതിയാണ് അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുന്നത്. കോടതി തന്നെയാണ് അന്വേഷണത്തിൻ്റെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അന്വേഷണത്തിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് കോടതിയുടെ കൂടി ഉത്തരവാദിത്വമാണ് അന്വേഷണം ശക്തിപ്പെടുത്തുക എന്നുള്ളത്, അന്വേഷണത്തിൽ പിഴവുകൾ പരിശോധന തിരുത്തുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ എന്തെങ്കിലും അപാകതയുള്ളത് എനിക്കറിയാത്ത കാലത്തോളം ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നോക്കിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളതായിട്ട് തോന്നുന്നില്ല. മാത്രമല്ല കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്ന്, ഈ നിരീക്ഷണങ്ങളിൽ കോടതി നേരിട്ട് പോയിട്ട് നടത്തുന്നതല്ല, മറിച്ച് കോടതി വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിയ കാര്യങ്ങൾ കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച് കോടതിക്ക് ബോധ്യപ്പെട്ട വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ കോടതി നിരീക്ഷണങ്ങൾ കണ്ടാൽ വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങളും കോടതിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്, കോടതിക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട് എന്ന് വളരെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അന്വേഷണത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ പരാതി പറയുന്നതിൽ വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ ഗോപൻ, ഇപ്പോൾ ഈ വിശ്വാസ സംഗമം നടത്തുമ്പോൾ സർക്കാർ പ്രധാനമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമല വികസനമാണല്ലോ. ശബരിമലയുടെ വികസനമാണ് ഒരു പ്രധാന അജണ്ടയായി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വലിയ പദ്ധതികൾ അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നു, എത്രത്തോളം തുക നീക്കിവെച്ചിരിക്കുന്നു, ഇനി നീക്കിവെക്കാനിരിക്കുന്നു തുടങ്ങിയ പ്രഖ്യാപനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. ശബരിമല വികസനം പറയുന്ന ഒരു സംവിധാനം, സർക്കാർ സംവിധാനത്തിന് ശബരിമലയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അവിടെ നടക്കുന്ന കൊള്ള അല്ലെങ്കിൽ അനാസ്ഥ, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കൂടി സർക്കാരിന് അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് പറയുമ്പോൾ അത് മറ്റൊരു ബോഡിയാണ്. അവിടെ ദേവസ്വം ബോർഡ് നോക്കുന്നു. ദേവസ്വം ബോർഡിലേക്ക് സർക്കാരായി നിയോഗിച്ച അല്ലെങ്കിൽ സർക്കാരിന്റെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ കൂടിയും തങ്ങൾക്കതിൽ പങ്കില്ല എന്നുള്ള മാറി നിൽക്കൽ എത്രത്തോളം സാധ്യമാണ് എന്നൊരു ചോദ്യമുണ്ട്. ശ്രീ ഗോപൻ, ഞാൻ ആദ്യം തന്നെ അതിന് ഉത്തരം പറയാം, ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാം. കാരണം ശ്രീമതി സ്മൃതിയുടെ ചോദ്യം വളരെ കൃത്യമാണ്. പക്ഷേ അതിലുള്ളൊരു പ്രശ്നം, ഗവൺമെൻറ് ശബരിമലയിൽ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി കൂടിയാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. ഈ ചാനലിൻ്റെ ഫ്ലോറിൽ തന്നെ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടക്കാതിരിക്കാൻ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഗവൺമെൻറ് ഇപ്പോൾ ഇവിടെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. അത് എക്കോ വരുന്നുണ്ടല്ലോ ശ്രീമതി സ്മൃതി, ടെക്നിക്കലായിട്ട് എന്താ? ശരിയാക്കാം അങ്ങ് പറഞ്ഞോളൂ. അപ്പോൾ അവിടെ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച കാര്യമാണത്. ഏതെങ്കിലും വിധത്തിലുള്ള ക്രമക്കേടുകൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതപ്പെടുത്തൽ കൂടി, അത് ഇതൊന്നും ഈ കഥകളൊക്കെ പുറത്തു വരുന്നതിന് മുമ്പാണ് ഗവൺമെൻറ് അത്തരം ഒരു സമീപനം സ്വീകരിച്ചതെന്നും കൂടി ഓർക്കണം. രണ്ടാമത് അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൊതുസമൂഹത്തെ ആകെ ബന്ധപ്പെടുത്തുക. വെറും പൊതുസമൂഹമല്ല, ശബരിമലയിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തരായിട്ട് വരുന്ന കേരളത്തിന് പുറത്തുമുള്ള പ്രവാസി മലയാളികൾ അല്ലെങ്കിൽ പ്രവാസി ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ആളുകൾ ശബരിമലയിൽ വന്ന് ആരാധന നടത്തി പോകുമ്പോൾ അവർ വ്യക്തിപരമായും അല്ലാതെയും ഭരണവർഗത്തിൻ്റെ മുമ്പിൽ ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങളെ കൂടെ സഹകരിപ്പിച്ചാൽ ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന രൂപത്തിൽ ഗവൺമെൻറ്റിന് മുമ്പിൽ അവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം തുടർച്ചയായി ഭരിച്ച ഒരു ഗവൺമെൻറ് എന്ന തരത്തിൽ ശബരിമലയെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരുന്ന സ്ഥലത്ത്
അവിടെ എല്ലാവിധ ഇപ്പോൾ വന നിയമത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഡെവലപ്മെൻറ്റ്സ് പോലെ അവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്. എന്നാൽ നമ്മുടെ പ്രതിപക്ഷം, ചില മാധ്യമങ്ങൾ അന്ന് മുതൽ അസ്വസ്ഥരാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഉന്നയിക്കാൻ പരിശ്രമിച്ചത് എന്താ, ശ്രീകുമാർ സാർ ഉന്നയിക്കാൻ പരിശ്രമിച്ചത് എന്താ, അയ്യപ്പ സംഗമം വിശ്വാസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ആക്ഷേപം അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ തന്നെ, അപ്പോൾ ശബരിമലയിലെ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് നാട് മൊത്തം നടന്ന് രാഷ്ട്രീയം കളിച്ചും അവിടുത്തെ ഭക്തരെ ആക്രമിച്ചും അവിടെ നടത്തി വരുന്ന പ്രവർത്തനങ്ങളിലെല്ലാം ധാരാളമായി പോലീസിനെ ആക്രമിച്ചും രാഷ്ട്രീയ പ്രചരണം നടത്തി വീട് വിടാന്തരം കയറി ഇറങ്ങി അയ്യപ്പനെതിരാണ് ഇടതുപക്ഷമെന്ന ആക്ഷേപമൊക്കെ ഉന്നയിച്ചപ്പോൾ അത് രാഷ്ട്രീയമൊന്നും അതിനകത്തില്ലായിരുന്നു. അവിടുത്തെ വികസനവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അയ്യപ്പനെതിരാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ കയ്യും കെട്ടിയിരിക്കണോ സ്മൃതി? ഞങ്ങൾ വീടുകളിൽ പോയി പറഞ്ഞല്ലോ ഞങ്ങൾ അയ്യപ്പനെതിരല്ല, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അയ്യപ്പനെതിരല്ലെന്നുള്ളതല്ല, വിശ്വാസികൾക്കെതിരാണ്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആദ്യം എടുത്തൊരു നിലപാട്, ആ നിലപാടിൽ നിന്നും പിന്നാക്കം പോവുകയാണ് എന്ന് ഭക്തരെ അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളെ വീടുകൾ തോറും പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയമൊക്കെ അവിടെ ഉണ്ടെന്നേ, അതിൽ വലിയ തർക്കം പറഞ്ഞിട്ട് കാര്യമില്ല. ശബരിമലയുടെ ഉത്തരവാദിത്തം നിങ്ങൾ വികസനം പറയുമ്പോൾ അതോടൊപ്പം തന്നെ വികസനത്തോടൊപ്പം തന്നെ മറ്റു ചില ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ഒരു പിഴവും പറ്റിയിട്ടില്ല, ഇത് പഴയ ബോർഡിന്റെ കുഴപ്പമാണല്ലോ എന്നാണല്ലോ പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഈ 2025 തുടർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും തുടരുന്ന ദേവസ്വം ബോർഡിനെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും കൂടിയാണ് പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് കോടതി. അതിൽ കൂടി പ്രതികരിക്കണ്ടേ? ശ്രീമതി സ്മൃതിയുടെ ആദ്യ ചോദ്യത്തെ ഞാൻ അഡ്രസ്സ് ചെയ്തത് അതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഞാൻ ഈ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നത് അതിനു മുമ്പ് ഇവർ 2-3 പേര് പറഞ്ഞ കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടേ വരികയുള്ളൂ. അതിൽ ഒന്ന്, കോടതി അറസ്റ്റ് ചെയ്യാൻ മടിച്ചുകൊണ്ടിരിക്കുകയാണ്, പിണറായി മിണ്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് മുന്നോട്ട് വെച്ചത്. രാവിലെ പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് ശബരിമല സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കണമെന്നാണോ കോൺഗ്രസ് ശ്രീകുമാർ സാറും ആഗ്രഹിക്കുന്നത്? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രി കൃത്യമായിട്ടൊരു മറുപടി അതിനകത്ത് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT ടീം വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എന്താ? അതിൽ കോടതിയുടെ ബലമായ നിരീക്ഷണത്തിൽ പോകുന്ന കാര്യമാണ്. കോടതിയിൽ എന്ത് നിഗമനമാണോ എത്തുന്നത്, സർക്കാർ എല്ലാവിധ അക്കാര്യത്തിൽ കൂടെയാണ്. ഞങ്ങൾ കോടതിയുടെ ഒപ്പം നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ വിഷമം? ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് കോടതിയുടെ നിരീക്ഷണം തെറ്റാന്ന് അല്ല, നിർവാഹത്തെ അപ്പൊ മര്യാദ കാണിച്ചാൽ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണെന്നാണോ അതിന്റെ അർത്ഥം? കോടതിയുടെ നിരീക്ഷണത്തെ അനുകൂലിക്കും. കോടതിയോട് മാത്രമല്ലല്ലോ, ഭക്തരുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണല്ലോ സ്മൃതി. ഈ മറ്റുള്ള പാനലിസ്റ്റുകൾക്ക് ഇല്ലാത്ത ഒരു സവിശേഷത വല്ലതും എനിക്ക് വല്ലതും ഉണ്ടോ? അല്ല, നിങ്ങളുടെ ചോദ്യം 1-2 ചോദ്യമൊക്കെ വന്നാൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് മറുപടി പറയാൻ തടസ്സം ഉണ്ടാക്കുന്ന ചോദ്യങ്ങളിലേക്ക് വന്നാൽ അത് പ്രയാസം ഉണ്ടാക്കത്തില്ലേ? ഞാൻ അവർക്കൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ഇപ്പം നിങ്ങൾ 3-4 പേര് ഒരു പാനലിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുകയല്ലേ, അവതാരക ഉൾപ്പെടെ. അപ്പം ഞാനിതൊന്ന് അവർക്കൊന്ന് മറുപടി പറഞ്ഞോട്ടെ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ കൃത്യമായി വന്നതാണ് ഇതിനകത്ത്. കോടതിയുടെ നിരീക്ഷണം എന്താണോ അതിൻ്റെ കൂടെ കോടതി എന്താണോ തീരുമാനം എടുക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഓരോ ദിവസവും മുഖ്യമന്ത്രി എന്താ മറുപടി എന്താ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഈ കാര്യത്തിൽ? കോടതിയുടെ നിരീക്ഷണത്തിന് അപ്പുറത്ത് കയറി മുഖ്യമന്ത്രി മറുപടി പറയാൻ ശ്രമിച്ചാൽ വരുന്ന പ്രശ്നം എന്താ? മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തെന്ന SITക്ക് അല്ലേ? അങ്ങനെ വ്യാഖ്യാനിക്കത്തില്ലേ? ഇവിടെ ഇരിക്കുന്ന ആരാ അത് വ്യാഖ്യാനിക്കാതെ പോന്നേ? മുഖ്യമന്ത്രി ഒരു കമൻസ് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷിക്കുന്നേ. അപ്പൊ നിർദ്ദേശം കൊടുത്തന്നേ വരൂ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മാറി നിൽക്കുന്നത്. ഇത് അറിയാൻ വയ്യാത്ത ആളല്ല കോൺഗ്രസ്സുകാർ. പക്ഷെ അവർ ഈ പ്രശ്നം ഉന്നയിക്കുന്നത് എന്താ? എവിടെ കൊണ്ട് പിടിച്ചിട്ടും CPM-ലേക്ക് എത്തുന്നില്ല. അതാണ് അവരുടെ നിരാശ. എത്തത്തുമില്ല. CPM-ലേക്ക് നിങ്ങൾ എത്ര തലകുത്തി നിന്നാലും എത്തത്തില്ല. കാരണം ക്ഷേത്രങ്ങളെയും ആരാധനാലയങ്ങളെയും അതുപോലെ ഭരണ സംവിധാനങ്ങളെയൊക്കെ CPM ഭരണ സംവിധാനം, ഞാൻ പറയട്ടെ, ഭരണ സംവിധാനങ്ങൾ എൻവാസിയായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായാലും എത്തട്ടെ എൻ്റെ സ്മൃതി. നമുക്ക് അന്നേരം CPM എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എന്തിനാ ഈ ധൃതി പിടിക്കുന്നേ? കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന കാര്യം അവർ കുറച്ചുകൂടെ സമയമുണ്ടല്ലോ. നമ്മളാരും ഇവിടുന്ന് പോകുന്നില്ലല്ലോ. കേരളം കടലിൽ താണ് പോകുന്നില്ലല്ലോ. നമുക്ക് തീരുമാനിക്കാം ഏത് കേസാ കേരളത്തിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാത്ത. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് വളരെ ശക്തമായി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് CPM-നെ പ്രതിക്കൂട്ടി നിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിക്കേ വേണ്ട.
മറ്റൊന്ന് ശ്രീ ചേക്കുട്ടി മാഷ് ഇവിടെ പറയുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹം പറയുന്ന ഒരു ഡിജിറ്റ് മനസ്സിലായോ, ഒരു ഡേറ്റ് മനസ്സിലായോ? 5-8 കൊല്ലമായി. സാറിന് എവിടുന്ന് കിട്ടി ഈ 5-8 കൊല്ലത്തെ കണക്ക്? 2019 അല്ല അവിടുത്തെ സംഭവം. അവിടെ വിജയരാജ മല്യ എന്നയാൾ സ്വർണം പൂശിയിട്ട് 1998 പൂശിയതാ. ആ സ്വർണത്തിന്റെ അളവാ കാണാനുള്ളത്. അതുകൊണ്ട് ഇത് 2019 നിൽക്കില്ല, 5-8 കൊല്ലത്തെ കണക്കിൽ നിൽക്കില്ല. അവിടെ ദേവസ്വം ബോർഡ് അതുവരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അല്ല, പുറത്തേക്ക് കോടതി പറഞ്ഞതിനെയാണ് അങ്ങ് ഉദ്ധരിക്കുന്നെങ്കിൽ കോടതി പറഞ്ഞതാണ് കേട്ടോ. കോടതി പറഞ്ഞത് 2019 പുറത്ത് കൊണ്ടുപോയതിനെ കുറിച്ചാണ് കോടതി അന്വേഷിക്കുന്നത്. അത് മുതലുള്ള കൊണ്ടുപോകലാണ്, അതുവരെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല. അത് മുതലുള്ള പ്രശ്നമല്ലെന്ന്. 1998 പൂശിയ സ്വർണം അവിടെ എത്രയുണ്ടെന്ന് കണ്ടുപിടിച്ചേ മതിയാവും. അതിനകത്ത് കണ്ടുപിടിച്ചേ മതിയാവും. അവിടെ പൂശിയ സ്വർണത്തിന്റെ കണക്കില്ലേ? ഉണ്ടല്ലോ, 2030 കിലോ. അതാ പറഞ്ഞേ. ഇല്ല, അതിന്റെ കണക്കിലും അവ്യക്തതയുണ്ടല്ലോ. ഉണ്ട്, അതിന്റെ കണക്കിൽ അവ്യക്തതയുണ്ട്. 8000 ഗ്രാം എന്നുള്ളൊരു കണക്ക് ഒരു മഹസർ പുറത്ത് വന്നിട്ടുണ്ട്. 8047 ഗ്രാമോ മറ്റോ. അങ്ങനെ വരുമ്പോൾ 8 കിലോയെ വരുന്നുള്ളൂ. അങ്ങനെ ഒരു കണക്ക് 400-ലധികം പേജുള്ള കോടതി അവിടെ ആദ്യം പൂശിയ സ്വർണത്തിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടില്ല, പുതിയ സംശയമാണ്. അപ്പൊ പൂശിയതേ കളവാണെങ്കിൽ പിന്നെ അങ്ങോട്ടൊന്നും ഇല്ലല്ലോ, പ്രശ്നം വരുന്നില്ല. 98 കളവാണെങ്കിൽ പിന്നെ 19. കോടതിയുടെ സംശയം കോടതി ഒന്നും പറയാൻ സമ്മതിക്കില്ല. പിന്നെന്ത് ചെയ്യും? പറയൂ. സ്മൃതി പറഞ്ഞോണ്ടിരിക്കും. അല്ലേ, പറയൂ. അല്ല, സ്മൃതി മറ്റവർക്ക് 3 പേർക്ക് അല്ല, ഞാൻ പറയുന്നില്ല, സ്മൃതി അങ്ങ് പറഞ്ഞു. അല്ല, പറയൂ. നിങ്ങൾ പറഞ്ഞു തീർന്നു. സ്വർണം പൂശിയത് 30 കിലോ ആണ് എന്ന് കൃത്യമായി കോടതി പറയുകയാണ്. അതിൽ നിന്ന് കുറഞ്ഞതിനെ കുറിച്ചാണ് കോടതി ഓരോ തവണയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങ് പറയുകയാണ് അത് 30 കിലോ ഇല്ല എന്ന്. എന്നാ അങ്ങ് വിശദീകരിക്കൂ. നിങ്ങൾ എന്തായി പറയുന്നേ? കോടതിക്ക് ഇല്ലാത്തത് ചില കാര്യങ്ങൾ എനിക്കുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ 2 പേര് പറഞ്ഞവർക്ക് അവർ കോടതിയുടെ കാര്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞേ. അവർ കോടതിയെ കൂടെ ഉപയോഗിച്ച് അവരുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ് നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് 2019 മുതലല്ല, 10-25 കൊല്ലത്തെ പ്രശ്നമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ചെന്നത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറി മേയാൻ തുടങ്ങിയ കാലം മുതൽ അന്വേഷിക്കേണ്ടി വരും. അതിലേക്ക് കോടതി എത്തും. അങ്ങനെ കോടതിക്ക് എത്തിയേ മതിയാവും. അതുകൊണ്ട് കോടതി പറയുന്നത് ഞാൻ പറയാവുന്നല്ല എൻ്റെ അർത്ഥം. മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ആ പ്രശ്നം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഈ 5-8 കൊല്ലത്തെ കാര്യം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഇലക്ഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അയ്യപ്പ സംഗമം നടത്തിയെന്ന്. എന്ത് ചർച്ചയെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ഷൻ, ഇവിടെ ഏത് വികസന പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്താലും ആളുകൾക്ക് 2000 രൂപ പെൻഷൻ കൊടുത്താൽ ഇലക്ഷൻ ലക്ഷ്യമിട്ട്, പിന്നെ റോഡ് നടത്തിയാൽ ഇലക്ഷൻ ലക്ഷ്യമിട്ട്. ശരിയാ? തർക്കം എന്താ കാര്യത്തിൽ? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ ഇലക്ഷൻ ലക്ഷ്യമിട്ടതാണോ? അങ്ങനെ ഇലക്ഷൻ ലക്ഷ്യമിട്ടാണെങ്കിൽ ഇലക്ഷൻ ലക്ഷ്യമിട്ട അതിനെന്താ കുഴപ്പം? 6 മാസമല്ല പെൻഷൻ വർദ്ധിപ്പിച്ചത് 6 മാസം വരെ. സ്മൃതി എവിടുന്ന് കിട്ടിയ കണക്കായത്? അല്ലല്ല, അങ്ങനൊന്നും പറഞ്ഞു പോകണ്ട. അങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകണ്ട. 6 മാസം ഒന്നും അല്ല, കൈ വെച്ചിരുന്നാ മതി. അത് ഈ ഗവൺമെന്റ് നിങ്ങൾ അങ്ങനെ പറയണ്ട. നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട. നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട. നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട. നിങ്ങൾ അങ്ങനെ മിടുക്കിയാവണ്ട. നിങ്ങളുടെ രാഷ്ട്രീയം പറയണേ. നിങ്ങൾ കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോം എടുത്ത് വെച്ചാൽ പ്രസംഗിച്ചാൽ മതി. നിങ്ങൾ റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോർ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ നടത്തണ്ട. അത് കൈവച്ചിരുന്നാ മതി. അല്ല, പ്രകോപിത നിങ്ങൾ പ്രകോപിക്കുക. ഇത് 6 മാസമല്ല. ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ, നിങ്ങൾ സംസാരിക്കില്ല. ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് കടുത്ത വാശിയാണെങ്കിൽ നിങ്ങളൊരു അക്ഷരം മിണ്ടത്തില്ല ഈ ഫ്ലോർ ഇരുന്നുകൊണ്ട്. ഞാനാ പറയുന്നത്. ഭീഷണിയാണോ? നിങ്ങൾ ശ്രമിച്ചു നോക്ക്. ഭീഷണിയാണോ? ഒരക്ഷരം ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല. അല്ല, നിങ്ങൾ സംസാരിക്കില്ല. അത് തന്നെ അങ്ങനെ നിങ്ങൾ പറയണ്ട. എന്നെ വിളിച്ചിരുത്തിട്ട് അങ്ങനെ പറയണ്ട. എന്നെ വിളിച്ചിരുത്തി നിങ്ങൾ അല്ലാതെ പറഞ്ഞോ. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ പറഞ്ഞു ഞാനൊന്നും ഞാനൊന്നും പറയാൻ നിങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങൾ സംസാരിക്കില്ല. ഈ ഫ്ലോറിൽ നിങ്ങൾ സംസാരിക്കില്ല. അത്ര ഈ ഫ്ലോറിലല്ലേ സംസാരിക്കുന്നത്? അതാ പറഞ്ഞേ. അങ്ങ് പ്രകോപിതനാകാതെ മെക്ഡൊണാൾഡ് കമ്പനി 1.9 കോടി ചെലവഴിച്ച് 30 കിലോ സ്വർണം പൂശി എന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുന്ന എന്ത് തെളിവാണ് പക്കലുള്ളത്? നിങ്ങൾ ഇടയ്ക്കൂടെ പോയിടത്തേക്കേ വരുന്നുള്ളൂ. സ്വർണ്ണം 2ാമത് 6 മാസം കൊണ്ടല്ല കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചത്. 1600 രൂപ പെൻഷൻ ആവുന്നത് ഇപ്പോഴല്ല. ഈ ഗവൺമെന്റ് വരുമ്പോൾ 600 രൂപയുള്ള പെൻഷൻ അത് 1600 ആക്കി. അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോണ്ടാതോ?
ഇപ്പൊ 2000 ആക്കി. ഇനി തെരഞ്ഞെടുപ്പിന് 6 മാസമുണ്ട്. അത് കണ്ടോണ്ടാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്തിനാ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനകത്ത്? നിങ്ങൾ സ്വർണത്തിന്റെ കണക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിനാ? സ്വർണത്തിന്റെ കണക്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം അത് നിങ്ങൾ വേറെ ഉന്നയിച്ചോ. ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് 8 വർഷത്തെ കഥയല്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപം ഇത് 998 മുതലുള്ള ശബരിമലയിലെ ദേവസ്വം ബോർഡ് ഭരണവും അതുപോലുള്ള ഉദ്യോഗസ്ഥന്മാരും ഈ ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ കഥകൾ അതിന് മുമ്പേ ഉള്ളതാണ്. അതുകൂടെ പിടിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അത് ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ തെളിവുകൾ ഇതാണല്ലോ കോടതി പരിശോധിക്കുന്നത്. അവിടെ നിന്നും സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് മുതലുള്ളതാണല്ലോ. അങ്ങ് പറഞ്ഞ ശരിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് മുമ്പ് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കീഴ്ശാന്തിക്കാരനായി അവിടെ എത്തുകയും ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത ശേഷം ഈ പറയുന്ന അവിടെ എത്തുന്ന വലിയ സമ്പന്നരായ ഭക്തരുമായിട്ടൊക്കെ വലിയ ബന്ധം സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ അവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. പുറത്താക്കിയ ആൾ പിന്നെയും അവിടെ എത്തുകയാണ് സ്പോൺസറായി. അത് ഏത് കാലയളവിലാണ്? അത് അങ്ങീ പറയുന്ന 8 കൊല്ലത്തോളം ഒരു മാധ്യമ പ്രവർത്തനം, ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനാണല്ലോ അത് പറയുന്നത്. എൻ പി ചെക്കുട്ടി ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനാണല്ലോ ഡോക്ടർ പി കെ ഗോപൻ. അങ്ങ് ഈ പരിഹസിക്കുമ്പോൾ ഈ പറയുന്ന 2019 മുതലുള്ള വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പാളി പുറത്തു പോയത് മുതലുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടതി അതാണല്ലോ പരിശോധിക്കുന്നത്. ആദ്യം അതിന് തീർപ്പുണ്ടാകട്ടെ. അതിൽ ആരിലേക്കൊക്കെ എത്തുന്നു അങ്ങ് അതിനോടൊന്ന് പ്രതികരിക്കൂ. എൻ വാസുവിന്റെ അറസ്റ്റ് നാളെയോ മറ്റന്നാളോ ഉണ്ടാകും ശ്രീ ഗോപൻ. എൻ വാസുവിന്റെ അറസ്റ്റ് നിങ്ങളുടെ പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ അല്ലേ? അത് പ്രതികരിക്കും. എൻ വാസുവിന്റെ പങ്ക് കോടതി പറഞ്ഞിരിക്കുകയാണ്. അല്ല, കോടതിയുടെ ഈ ഉത്തരവിൽ അതിൽ ചില പരാമർശങ്ങളുണ്ടല്ലോ. എൻ വാസുവിന്റെ കാലത്ത് വന്ന ആ മെയിലുമായി ബന്ധപ്പെട്ട്, അതായത് സ്വന്തം ഈ ഇവിടുത്തെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി ഉരുക്കി കൊണ്ടുവന്നിട്ട് അതിൽ ബാക്കിയുണ്ട്, അത് വെച്ച് ഞാനൊരു വിവാഹം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ആവട്ടെ എന്ന രൂപത്തിൽ മറുപടി നൽകുന്ന, അല്ലെങ്കിൽ പരിശോധന നടത്താതെ മിണ്ടാതിരിക്കുന്ന എൻ വാസുവിന്റെ പങ്കിനെ കുറിച്ച് മുരാരി ബാബു നൽകിയ മൊഴി, ഇതൊക്കെ കൂടിയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് ഒരു കറക്ക് കമ്പനിയാണ്, ഒരു സംഘമുണ്ട്. ആ സംഘത്തിൽ നിങ്ങൾ വിശ്വസിച്ചവരുമുണ്ട്. അതൊന്ന് സമ്മതിക്കൂ. സൗകര്യമില്ല സമ്മതിക്കാൻ. മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലായില്ലോ, സൗകര്യമില്ല സമ്മതിക്കാൻ. നിങ്ങൾ വിശ്വസിച്ച് ചുമതലയേൽപ്പിച്ച എൻ വാസുവിന്റെ പങ്ക് അങ്ങ് സമ്മതിക്കുന്നില്ലെന്നാണോ? നിങ്ങൾ എന്താ ചോദിച്ചോണ്ടിരി ഞാൻ ചർച്ച നിർത്തുക. നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കും എന്താണ് ചർച്ച നടത്താൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് ഉത്തരം വേണ്ടല്ലോ. അല്ല, എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് ഉത്തരം വേണ്ട. പറയുമ്പോൾ അങ്ങ് എന്തിനാണ് വേദനിക്കുന്നത്? ഒരക്ഷരം പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല. എന്റെ സ്മൃതി, നിങ്ങൾ ഒരക്ഷരം ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല. ഞാൻ മറുപടി പറയാൻ പെൻഷന്റെ കാര്യം അങ്ങയുടെ ഭാഗം വിശദീകരിച്ചു. അതിനുശേഷമാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിച്ചത്. പെൻഷൻ അങ്ങേക്ക് വിശദീകരിക്കണമായിരുന്നു. അങ്ങേക്ക് പെൻഷനിലേക്ക് പോകാനായിരുന്നു താല്പര്യം. ശരി, അങ്ങ് അത് പോയി, അങ്ങ് പറഞ്ഞു. അതിനുശേഷമാണല്ലോ അടുത്ത ചോദ്യം. അതിന് മറുപടി പറയൂ. എന്ത് ചെയ്യുമെന്ന് പറയും. ഇതെന്തൊരു ശൈലിയായത്? ഇത് എവിടുന്ന് പഠിച്ച പത്രപ്രവർത്തനമാ? നിങ്ങളുടെ രാഷ്ട്രീയം ആയിക്കൊള്ളണ്ടേ, പക്ഷെ പ്രതിപക്ഷ ബഹുമാനം കാണിക്കേ. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുന്ന എന്തിനാ? എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ സമയം എന്താ? ഞാൻ പ്രായ കൂടുതലുള്ളത് കൊണ്ട് ചേക്കുട്ടി മാഷിനെ അല്ലെ, എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടുന്ന് പഠിച്ചതായത്? ഈ ശൈലിയാണോ നിങ്ങൾ എല്ലായിടത്തും പ്രയോഗിക്കുന്നത്? ചേക്കുട്ടി മാഷിന്റെ മുതിർന്ന പത്രാധിപത്യത്വം, അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനത്തെ ഞാൻ എന്തെങ്കിലും ബഹുമാനക്കുറവ് കാണിച്ചോ? അദ്ദേഹം ഒരാശയം പറഞ്ഞാൽ ആശയം തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാരമ്പര്യം വെച്ചുകൊണ്ട് ഞാൻ അതിനെ നിഷേധിക്കാതിരിക്കണം. അദ്ദേഹം പൊളിറ്റിക്സാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞത് പൊളിറ്റിക്സ് ആണ്. അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ ഭഗവത്ഗീത ഉദ്ധരിച്ചു. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം അത്. പിണറായി വിജയൻ ഭഗവത്ഗീത മാത്രമല്ല ഉദ്ധരിക്കുന്നത്, ഖുറാനും ഉദ്ധരിക്കും, ബൈബിളും ഉദ്ധരിക്കും, മറ്റു പല സൈദ്ധാന്തിക കാര്യങ്ങളും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉദ്ധരിക്കും. ഒരു മുഖ്യമന്ത്രി എന്ന തരത്തിൽ അദ്ദേഹം ഭഗവത്ഗീത ഉദ്ധരിച്ച ഏത് കോൺടെസ്റ്റിലാണ് ഉദ്ധരിച്ചത്? ഭക്തി എന്ന് പറയുന്നത് RSSും BJPയും മറ്റും കാണിച്ച അക്രമമല്ല. ഭക്തി വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഭഗവത്ഗീത സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു. ആരാണ് ഭക്തർ, ഇവിടെ നടന്നതല്ല എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്. ഭഗവത്ഗീത ഉദ്ധരിച്ചതിന് അദ്ദേഹത്തിന് വിഷമം വന്നു. അതിനെയാണ് ഞാൻ മറുപടി പറഞ്ഞേ. അല്ലാതെ ചേക്കുട്ടി മാഷിന്റെ പാരമ്പര്യത്തെയോ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെയോ ഒന്നും എനിക്ക് ഒരു ബഹുമാനക്കുറവുമില്ല. ഞാൻ അദ്ദേഹമായിട്ട് നിരവധി തവണ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാന്യനായ ചേക്കുട്ടി മാഷ് എന്നല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ സീനിയറായ ശ്രീകുമാർ സാറും പത്രപ്രവർത്തകനാ. എത്ര ചർച്ച ഞങ്ങൾ തമ്മിൽ ഇരുന്നിട്ടെന്ന് ചോദിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും ശ്രീമതി സ്മൃതിയോടും ഇല്ല. ഒരു നല്ല പത്രപ്രവർത്തകന് നിങ്ങളോട് എനിക്ക് ബഹുമാനമുള്ളത്. നമ്മൾ തമ്മിലുള്ള തർക്കം എവിടെയാണ്? ഞാൻ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല എന്നുള്ള പ്രശ്നത്തിലുള്ള തർക്കം. അല്ല, നിങ്ങൾ നിങ്ങളുടെ ആശയം നന്നായിട്ട് അവതരിപ്പിക്കുന്ന ആളാ. ഇല്ലെങ്കിൽ നിങ്ങളൊരു പ്രധാനപ്പെട്ട ചാനലിൽ ഇങ്ങനെ ഇരിക്കത്തില്ല. അതൊക്കെ എനിക്ക് ബഹുമാനമുണ്ട്.
പക്ഷെ ഞാൻ പറയാനും കൂടെ സമ്മതിക്കണ്ടേ? ഞാൻ പറഞ്ഞു വന്നത് നാളെ വാസുവിനെ അറസ്റ്റ് ചെയ്യത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമോ? നാളെ കോടതിയുടെ നിരീക്ഷണമാണെന്നേ. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞു ഡോക്ടർ പി കെ ഗോപൻ. അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ ചോദിച്ചത്, നിങ്ങൾ വിശ്വസിച്ചവർ പോലും ഇപ്പോൾ അറസ്റ്റിലേക്ക്, അവരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ, അപ്പോൾ എൻ വാസു എന്ന പാർട്ടിയുടെ വിശ്വസ്തനായിരുന്ന ആളെ കൂടിയും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അതിലെന്താണ് പ്രതികരണം എന്നാണ് അങ്ങോട്ട് ചോദിച്ചത്. ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്ന് മാറി നിൽക്കാൻ പറ്റുമോ പൂർണ്ണമായും? എന്റെ സ്മൃതി അതിനെല്ലാം കൂടി ചേർത്ത് മുഖ്യമന്ത്രി ഒരു ഉത്തരം പറഞ്ഞായിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ CPM വിശ്വസിച്ചേൽപ്പിച്ച ആളുകൾക്ക് പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ പറ. എന്തെങ്കിലും ഒരു ഉദാഹരണം പറഞ്ഞിട്ട് വേണ്ടേ പറയാം. നിങ്ങൾ ഇന്ന നിലപാടെടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ പരിശ്രമിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് നിലവിലുള്ള ദേവസ്വം ബോർഡിനെ ഏതാണ്ട് തുടരാൻ പോകുന്നു. ഞങ്ങൾ പറഞ്ഞില്ല തുടരാൻ. ഞങ്ങൾ തീരുമാനിച്ച് അറിയിച്ചിട്ടുമില്ല. ഞങ്ങൾ പ്രസ് റിലീസ് കൊടുത്തില്ല. പാർട്ടി തീരുമാനം എന്നായിരുന്നോ വാർത്തകൾ? നീട്ടാൻ സാധ്യത എന്നല്ലായിരുന്നു വാർത്തകൾ. ആ സൂചനയുണ്ടായിരുന്നു, ഇതുവരെ ഉണ്ടായിരുന്നു. ഇന്നലെ കോടതി ഉത്തരവിന് ശേഷമാണ് ആ തീരുമാനം മാറുന്നത്. നിരീക്ഷണത്തിലെത്തി നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യുക. അതല്ലേ പറഞ്ഞേ, നിങ്ങൾ തന്നെ സൂചന പറയുക, നിങ്ങൾ തന്നെ നിരീക്ഷണത്തിലെത്തുക, നിങ്ങൾ തന്നെ ഈ സൂചനകളൊക്കെ ശ്രീ ഗോപൻ, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്തകളൊക്കെ പുറത്തേക്ക് വരാറ്. ഇതൊക്കെ ഗവൺമെന്റ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല വാർത്തകൾ ഉണ്ടാവുക. അത് മനസ്സിലാക്കേണ്ടത്, സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴല്ല ഒരു വാർത്ത ഉണ്ടാകുക. ഒരു ഉത്തരവിന് മുന്നേ കിട്ടുന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. ഉത്തരവിന് മുന്നേ കിട്ടുന്ന സൂചനയാണ് പ്രധാനപ്പെട്ട വാർത്ത. അതിലാണ് മാധ്യമപ്രവർത്തകർ മിടുക്ക്. അങ്ങനെയുള്ള വിവരങ്ങൾ നേരത്തെ കിട്ടും. അത് അങ്ങ് ഇല്ല എന്നിപ്പോൾ പറയുമ്പോൾ ഇന്നലത്തെ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആ തീരുമാനം മാറ്റുകയാണ്. നിങ്ങളുടെ മിടുക്ക് പൊളിഞ്ഞു പോയല്ലോ. പ്രശാന്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതുവരെയും ദേവസ്വം മന്ത്രി അടക്കം പ്രതികരിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറഞ്ഞത്? എന്ത് തരത്തിൽ വേണമെങ്കിലും അന്വേഷണം വന്നോട്ടെ, എനിക്കെതിരെ വേണമെങ്കിൽ അന്വേഷണം വന്നോട്ടെ എന്നാണല്ലോ. പക്ഷെ ഇപ്പോൾ കോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ അല്ല, ആ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2025 പിഴവിനെ കുറിച്ചാണ്, 2024 പിഴവിനെ കുറിച്ച് കൂടിയാണ്. ശ്രീകുമാർ, ഇപ്പോൾ സർക്കാർ നേരിട്ട് നടത്തുന്ന ഒരു കൊള്ള എന്ന രൂപത്തിൽ പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ പുറമേ നിന്നും വിമർശനം ഉന്നയിക്കാം. പക്ഷേ സർക്കാരിന് ശബരിമലയ്ക്കകത്ത് കാര്യമില്ലല്ലോ. ഇപ്പോൾ ദേവസ്വം മന്ത്രിയിലേക്കൊക്കെ ആ അന്വേഷണം എത്തുമെന്ന് അങ്ങേക്ക് കരുതാൻ കഴിയുമോ? ദേവസ്വം മന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും പാളി കൊണ്ടുപോയത്, പാളിയുടെ ഇത്രയും സ്വർണം എടുത്തു കൊണ്ടുപോയത്, അതിൻ്റെ ഓഹരി ദേവസ്വം മന്ത്രിക്ക് കിട്ടിയിരിക്കുന്നു എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച, ബോധപൂർവം വരുത്തിയ വീഴ്ച, അല്ലെങ്കിൽ അവർ ഇത് ചെമ്പുപാളിയാണെന്ന് രേഖപ്പെടുത്തിയത്, അതിൻ്റെയൊക്കെ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ നിലയ്ക്കല്ലേ അതിനെ കാണാൻ പറ്റൂ. നേരത്തെ ശ്രീ ഗോപൻ പറഞ്ഞതുപോലെ അതിന് മുന്നിലുള്ള കാലത്തേക്ക് നോക്കിയാൽ അവിടെയും ചില അനാസ്ഥകൾ, കുഴപ്പങ്ങളൊക്കെ കണ്ടെത്താനാകും. നോക്കൂ ശ്രീമതി സ്മൃതി, ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് അവിടുത്തെ ദൈനംദിന ഭരണം നടത്താനാണ്. അങ്ങനെ ഭരണം നടത്തുമ്പോൾ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ബന്ധപ്പെട്ട മന്ത്രി അറിയിക്കുമല്ലോ. 2019 മുതൽ 25 വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ കോടതി പറയുമ്പോൾ 19 ഈ സ്വർണം പാളികൾ കൊണ്ടുണ്ടാക്കിയ കഥവ്, പിന്നെ സ്വർണം പൂശിയ സംഭവം വരുമ്പോൾ അത് ബോർഡ് അറിഞ്ഞെങ്കിൽ ആ ബോർഡ് എന്താ അതാത് കാലത്തെ ദേവസ്വം മന്ത്രി അറിയിക്കും. അങ്ങനെ മന്ത്രി അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ആ വകുപ്പ് ഭരിക്കാൻ അവർ യോഗ്യരല്ലെന്നാണ്. അത് ജി സുധാകരൻ അതാ പറഞ്ഞത്. എൻ്റെ കാലത്തൊന്നും സംഭവിച്ചില്ലല്ലോ ജി സുധാകരൻ പറഞ്ഞില്ലേ. 6 ഗവൺമെൻറ് ഭരിച്ചതിൽ 4 ഗവൺമെൻറ് LDF ആയിരുന്നു, 2 ഗവൺമെൻറ് UDF-ൻ്റെ കാലത്തെ ബോർഡ് ഭരണസമിതിയെക്കുറിച്ച് ഒരു ആരോപണം വന്നു. അവിടുത്തെ പാത്രങ്ങൾ, ശബരിമലയിലെ പാത്രങ്ങൾ വാങ്ങുന്ന സംബന്ധിച്ചുള്ള ഒരു അഴിമതി ആരോപണം വന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എല്ലാവരുടെയും കാലത്തും. ക്ഷേത്രക്കൊള്ള, സ്വർണ്ണക്കൊള്ള കോടതി ഇടപെട്ടത് ഇക്കാലത്തല്ലേ? അത് നിസ്സാരമായി കാണാൻ പാടില്ല. ഇതിന് മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് നേരം വെളുത്ത് എണീറ്റിട്ട് എല്ലാ ദിവസവും മുഖ്യമന്ത്രി നമ്മുടെ ശബരിമലയെക്കുറിച്ച് പ്രതികരിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. നമുക്ക് ചില സംശയങ്ങൾ വരും. ബോർഡ് പ്രസിഡന്റിനെ മാറ്റുമോ, ബോർഡ് പിരിച്ചുവിടുമോ? അപ്പോൾ അതിൻ്റെ ഉത്തരം പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയെ കാണാനുള്ള അവസരമാണ് എല്ലാ ബുധനാഴ്ചകളിലെയും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനം. അതില്ല, 10 വർഷമായിട്ട് അതില്ലാത്തതുകൊണ്ടാണ് ഇതൊരു പലതും സംശയത്തിന് നേരിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉയരുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതൊക്കെ പറഞ്ഞത് ആരാ സ്മൃതി? ഇതൊക്കെ പറഞ്ഞത് അനന്തഗോപനും പത്മകുമാറും ജി സുധാകരനൊക്കെ അല്ലേ? പത്മകുമാർ എന്താ പറഞ്ഞേ? ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത് 2007 ആദ്യം വന്നത്. 2007 ആരാ ഭരിച്ചത്? LDF.
അപ്പോൾ ഇവരിത് മാറ്റാൻ ശ്രമിച്ചു. 2004 അത് പിന്നെ അവർ നിർത്തി. ആ കമ്മ്യൂണിസ്റ്റ് ഗുളിക പിന്നെ വിഴുങ്ങിയില്ല, അത് നിർത്തി. 2007 എന്നുള്ള പത്മകുമാറിൻ്റെ മറ്റേ അഭിപ്രായം അവിടെ കിടപ്പുണ്ട്. പിന്നെ അതിന് ശേഷം വന്നത് പത്മകുമാറും അനന്തഗോപനും തമ്മിൽ നടത്തിയ പത്രസമ്മേളനങ്ങളെ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് കൂടാതെയുള്ള വിഷയങ്ങൾ പിന്നെ എങ്ങനെയാണ് വന്നത്? കോടതി ഇടപെട്ടുകൊണ്ടാണ്. കോടതി ഇടപെടുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരുന്നത് അയ്യപ്പ സംഗമം നടത്തിയില്ലേ, അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്നുള്ളത് ശരി, പക്ഷേ ഇവർ മുൻകൂട്ടി അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ശബരിമലയിലത്തെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നേക്കാം, അതിന് മുൻകൂർ തടയിടാനായിട്ട് ഞങ്ങളിതാ അയ്യപ്പനെ സേവിക്കാൻ വരുന്നു എന്ന് അവർ ധരിച്ചിരുന്നു. അങ്ങനെ പറയാമല്ലോ, മുൻകൂട്ടി കാണാൻ കഴിയുമല്ലോ. കാരണം സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നു, കോടതി നിരീക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് എത്തും. ഇനി അയ്യപ്പ സംഘം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിലെത്തി. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഉള്ള ഒരു സംഘമാണെന്നും വേണമെങ്കിൽ ആരോപിക്കാമല്ലോ. ഇത് ഏത് രീതിയിലും പറയാം. കാരണം വിശ്വാസികളുടെ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിയതിന് ശേഷം നടന്ന ഈ സംഭവങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസികളുടെ സംഗമം നടത്തിയ ഗവൺമെൻറ് അതിന് ഉത്തരം പറയേണ്ടി വരും. അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്താൻ പാടില്ലായിരുന്നു. അയ്യപ്പ സംഗമം നടത്തിയത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അവിടെ നടത്തിയ കൊള്ളയെക്കുറിച്ച് പറയാനും അവർക്ക് ബാധ്യതയുണ്ട്. ഇനിയിപ്പോൾ പ്രശാന്തിനെ മാറ്റുമോ മാറ്റിയില്ല എന്നുള്ളതല്ല, അടുത്ത ദേവസ്വം ബോർഡിനെ നിയമിക്കണമല്ലോ. അടുത്ത ദേവസ്വം ബോർഡിനെ നിയമിക്കുമ്പോൾ ഈ പാർട്ടി ആദ്യകാലത്ത് ചെയ്ത ഒരു ശൈലിയുണ്ട്. ആദ്യകാലങ്ങളിൽ പാർട്ടി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെയൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വെക്കും. പഴയ കാലത്ത് അങ്ങനെയല്ല, സഹയാത്രികരെ വെച്ചിരുന്നു. ഒരു നിഷ്പക്ഷനായ ഒരാളെ കുറച്ചു കാലത്തേക്ക് വെക്കാൻ ഇവർക്ക് പറ്റുമോ? ഇവർക്ക് ധൈര്യമുണ്ടോ അതിന്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ കഴിഞ്ഞ കോടതിയുടെ ഈ അന്വേഷണത്തിന് കൂടാതെ ഈ ദേവസ്വത്തിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ഒരാളെ വെച്ച്, പുതിയ പ്രസിഡന്റിനെ വെച്ച് അന്വേഷിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റുമല്ലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ മുഖ്യമന്ത്രി നമ്മൾ കാണണം. അതുകൊണ്ടാണ് നമ്മളത് ചോദിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലെന്ന് പറയുന്നത്, അദ്ദേഹത്തെ കാണാത്തത്. പിന്നെ ഇവരെന്ത് പറഞ്ഞാൽ ഇപ്പോൾ ഗോപൻ തന്നെ എത്ര പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ മാറിപ്പോയത്. കാരണം ഇവർ പെട്ടുപോയി, CPM പെട്ടുപോയി ഈ വിഷയത്തിൽ. അവരെ അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചു, അതുപോലെ പെൻഷൻ പ്രഖ്യാപിച്ചു, ഒക്കെ മുങ്ങിപ്പോയില്ലേ? ഒക്കെ മുങ്ങിപ്പോയില്ല. 1-2 ദിവസത്തെ ആയുസല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതൊക്കെ മുങ്ങിപ്പോയി. അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചതും ചർച്ചയായി, വിവാദമായി, അത് കഴിഞ്ഞു. അതുപോലെ PMC പദ്ധതി ഒപ്പിട്ടതും അത് കുറച്ച് വിവാദം ഉണ്ടാക്കി. ഞാൻ പറയട്ടെ ശരി ശരി അത് സാറ് മറയ്ക്കാനും നോക്കണ്ട. അല്ലല്ല അതെ, സ്മൃതി ഇടപെട്ടപ്പോൾ അങ്ങേക്ക് ദേഷ്യമൊന്നുമില്ല. ഞാൻ പക്ഷേ ദേഷ്യപ്പെടില്ല. കാരണം എനിക്ക് അങ്ങയുടെ ആ മാനസികാവസ്ഥ ഇപ്പോഴത്തെ അറിയാം. ഒരു പാർട്ടി പ്രതികൂട്ടി നിൽക്കുന്ന ഒരു പാർട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങ് പറഞ്ഞോളൂ, ഞാനത് കേട്ടോണ്ടിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അതായത് ഇവരിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശബരിമലയിലത്തെ ഇവർക്ക് പറ്റിയ തെറ്റുകൾ ഇവരെണ്ണി പറയേണ്ടി വരും ജനങ്ങളോട്. അതാണ് സ്മൃതിക്ക് ചോദിച്ച ചോദ്യം. ഈ ദേവസ്വം മന്ത്രിമാരെ ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ തമ്പടിച്ചിട്ട് അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ടല്ലോ. ഇത്ര പേര് വന്നു, ഞങ്ങൾ അവളുടെ ഭംഗിയായി നടത്തി, അതിന്റെ ക്രെഡിറ്റ് എടുത്ത് പോകാറുണ്ടല്ലോ. ഇപ്പൊ എന്താ പറയാത്തത്? ആ ക്രെഡിറ്റ് എടുക്കുന്ന നേരം ഞങ്ങൾ ദേവസ്വം മന്ത്രിയും, ക്രെഡിറ്റ് ഇല്ലാതാകുമ്പം അത് സ്വയംഭരണ സ്ഥാപനവും, അത് ശരിയാവില്ലല്ലോ. ശരി ഞാൻ മഹേഷ് പൽക്കരയിലേക്ക് പോകുന്നു. ശ്രീ മഹേഷ്, ഇപ്പോൾ ഈ നവംബർ 15 മുൻപ് പല പരിശോധനകൾ, ശാസ്ത്രീയ പരിശോധനകൾ അടക്കം പലതരത്തിലുള്ള പരിശോധനകൾ നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. നവംബർ 15 കഴിഞ്ഞാൽ ഇനി മണ്ഡലകാലം വരികയാണ്. അതിനു മുൻപ് തന്നെ ഈ പറയുന്ന മുഴുവൻ പ്രതികളിലേക്കും SIT എത്തും എന്നുള്ള പ്രതീക്ഷയാണോ അങ്ങേക്കുള്ളത്? ഈ പരിശോധന എന്ന് പറയുമ്പോൾ സ്വർണത്തിന്റെ അളവ് മാത്രമല്ല, അതിന്റെ പഴക്കം ഒക്കെ പരിശോധിച്ചുള്ള റിപ്പോർട്ടാണ് സമർപ്പിക്കേണ്ടത്. അല്ല, അതിനൊരു സാങ്കേതികത്വം ഉണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്പലം തുറന്നിരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ദ്വാരപാല പാളികളിൽ ഈ താന്ത്രിക പൂജ വിധികൾ പ്രകാരം അതിനകത്ത് ഇനി തൊടാൻ പറ്റൂ. അതിന് തന്ത്രിയും പൂജയും അമ്പലം തുറന്നിരിക്കണം, അതിനൊരു അനുജ്ഞ മേടിക്കണം, ഇച്ചിരി പ്രോസസ്സുണ്ട്. ആ ഒരു പ്രോസസ്സ് ഇല്ലാണ്ട് അത് ഇളക്കാൻ പറ്റില്ല. കാര്യം അവരൊരു പ്രതിഷ്ഠാ കലശമൊക്കെ ആടിയിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്. അത് ഇനി ഇളക്കണമെങ്കിലും അങ്ങനെ ഒരു അനുജ്ഞ മേടിച്ച് അത് ഇളക്കാനൊരു ദേവന്റെ അനുവാദം മേടിച്ചിട്ട് വേണം അത് ഇളക്കാൻ. അപ്പം അതെന്തായാലും ഇനിയിപ്പം അമ്പലം തുറക്കുന്ന ദിവസമേ നടക്കത്തുള്ളൂ, 15-ാം തീയതി മുതലേ നടക്കത്തുള്ളൂ. അപ്പം അതിനു മുമ്പ് അങ്ങനെ ഒരു കാര്യം നടക്കുന്നതിനകത്ത് സാങ്കേതികമായി പ്രശ്നമുണ്ട്. പിന്നെ ഈ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും നമ്മൾ മാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള രീതിയിലൊരു അതൊരു ആക്രമണമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെ ഒരു ആക്രമിക്കാനുള്ളൊരു ഏരിയ അല്ല അത്. അത് വളരെ അതിൻ്റെതായ ദേവന്റെ ഹിതം ഉള്ള രീതിയിൽ തന്നെ അത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഒരു കാലത്തൊരു ദേവപ്രശ്നമൊക്കെ വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഇതാണ് കാരണം, ഇത് ദേവന് ഹിതമായില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആരോപണങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പം അമ്പലം തുറക്കുന്ന സമയത്ത് ഇവര് തന്ത്രിമാർ തന്നെ ഒരു അനുജ്ഞയൊക്കെ എടുത്തിട്ട് അത് ഇളക്കി വെച്ചവരെ കൊണ്ട് തന്നെ ഇളക്കിപ്പിച്ചിട്ട് രണ്ടാമത് പരിശോധിക്കാനൊക്കെ പറ്റൂ. അപ്പം അങ്ങനെ ഒരു സാങ്കേതികത്വം ഉണ്ട്. അതുകൊണ്ടാണ് അത് വെക്കരുതെന്ന് ആവർത്തിച്ച് പറഞ്ഞത്. കേട്ടില്ല. ശരി ശ്രീ NP ചെക്കുട്ടി,
ഈ അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയായി മുഴുവൻ പ്രതികളും പിടിയിലാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അല്ലേ? അല്ല, ഞാനിത് കരുതുന്നത് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ കേരളീയ സമൂഹത്തിൻ്റെ വളരെയേറെ വലിയ ശ്രദ്ധയും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാക്കിയൊരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അപ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കാം, ചോദ്യങ്ങളോട് രൂക്ഷമായി പ്രതികരിക്കാം, ചോദ്യം ചോദിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്താം, അതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ വളരെ വളരെ യഥാർത്ഥമായിട്ടുള്ള ചോദ്യങ്ങളാണ്, വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. ആ ചോദ്യങ്ങൾ കോടതിയുടെ സമക്ഷത്തിലാണ് ഉള്ളത്, കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും നിലയ്ക്ക് ഒരു പരിഹാരത്തിലേക്ക് എത്തും, ഒരു യഥാർത്ഥ സത്യത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതിൻ്റെ ഭാഗമായി പല ആളുകളുടെ കയ്യിലും ചങ്ങല വീഴുമ്പോൾ നമ്മൾ അതിനകത്ത് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ പാർട്ടിക്കാരാവും അല്ലാത്തവരാവും. പക്ഷേ എന്തായാലും ശരി, കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ സംബന്ധിച്ച് നീതിയാണ് പ്രധാനം. ആ നീതി കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാനിതിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ശരി, ആ നീതി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡോക്ടർ പി കെ ഗോപൻ, അങ്ങ് മനസ്സിലൊന്നും വയ്ക്കരുത്. ചർച്ചയിലുണ്ടായ ചൂടുള്ള സംസാരം എന്ന രീതിയിൽ മാത്രം അത് അവസാനിപ്പിക്കണം. അങ്ങേക്ക് പറയാൻ ഞാൻ വീണ്ടും അവസരം തന്നിരുന്നു. അങ്ങ് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് ശരി, വേഗം പറഞ്ഞോളൂ. ഒരു കാര്യം ശ്രീകുമാർ സാറ് പറഞ്ഞതാണ്. ഒരു വാചകം ശ്രീകുമാർ സാറിന്റെ സംസാരത്തിൽ സ്മൃതി ഇടപെടില്ല. ശ്രീകുമാർ സാറിന് നന്നായിട്ട് സംസാരിക്കാം. അല്ല, അതാ വിഷയം ഉണ്ടായി. പ്രതിക്കൂട്ടിൽ ഞങ്ങളല്ല സ്മൃതി, പ്രതിക്കൂട്ടിൽ ഞങ്ങളെ സ്ഥാപിക്കാൻ സ്മൃതി തലയും കുത്തി നിന്നാലും നടക്കില്ല. ശരി, നല്ല കാര്യം. അങ്ങനെ ആവട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങയുടെ പ്രതീക്ഷ സംഭവിക്കട്ടെ. ശരി, വളരെ നന്ദി ഡോക്ടർ പി കെ ഗോപൻ. ശ്രീ എൻ ശ്രീകുമാർ, ശ്രീ എൻ പി ചെക്കുട്ടി, മഹേഷ് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന് കാണാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.